നമ്മളെ കേൾക്കുന്നവർ അല്ലെങ്കിൽ നമ്മളെ ആർക്ക് വേണ്ടിയിട്ടാണോ ഇത് പറയുന്നത്, ആരെ മാറ്റാൻ വേണ്ടിയിട്ടാണോ പറയുന്നത്, അവർക്ക് നമ്മളോടൊരു ശത്രുത ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കണം. ശത്രുത ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ ബുദ്ധി പിന്നെ പ്രവർത്തിക്കല്ല, നമ്മളോടുള്ള വൈരമായിട്ട് മാറും. അപ്പോൾ ശാന്തമായിട്ടിരിക്കുമ്പോൾ മാത്രമേ നമ്മൾ പറയുന്നത് അതായത് അവരുടെ ഉറച്ചുപോയ ഒരു ആശയത്തെ പതുക്കെ പതുക്കെ ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ അവരുടെ മനസ്സ് നോവിക്കാതെ, ആ വികാരപരമായിട്ട് അവരെ ഇളക്കാതെ, വിചാരപരമായിട്ട് അവരെ പതുക്കെ ഇളക്കിക്കൊണ്ടുവന്ന് ആ അന്ധവിശ്വാസങ്ങളിൽ നിന്നും അതുപോലെയുള്ള പ്രാചീനമായിട്ടുള്ള വിശ്വാസ രോഗങ്ങളിൽ നിന്ന് നമ്മളെ മാറ്റിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു ഡോക്ടർ ആണ് ആരിഫ് ഹുസൈൻ. ഡോക്ടർക്കറിയാം, രോഗികളോട് നമ്മൾ കൂടുതൽ ചികിത്സയേക്കാൾ കൂടുതൽ വേണ്ടത് നമ്മൾ നല്ല സംസാരമാണെന്ന് പറയാറുണ്ട്. അതായത് രോഗികളോട് എപ്പോഴും ഇങ്ങനെ സംവദിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ രോഗികളെ ചികിത്സിക്കുന്ന ഒരു പ്രക്രിയ എന്ന് പറയുന്നത് അവരോട് മരുന്നിനോടൊപ്പം അതിനേക്കാൾ കൂടുതൽ ഫലം ചെയ്യുന്നത് ഈ സംവാദമാണ്. അപ്പോൾ ഈ മനോരോഗികളായിട്ടുള്ള അല്ലെങ്കിൽ മതരോഗികളായിട്ടുള്ള ആളുകളെ നാം ചികിത്സയാണ്, അവരെ ഇതുപോലെയുള്ള മതവിമർശനം എന്ന് പറയുന്ന ഒരുതരം ചികിത്സയാണ്. അപ്പോൾ നമ്മൾ വളരെ വളരെ സമചിത്തരായിട്ട് അവരെ പതുക്കെ ഇളക്കിക്കൊണ്ടുവന്ന് വികാരത്തെ വർണ്ണപ്പെടുത്താതെ, വിചാരത്തിൽ നിന്ന് മൂഢമായിട്ടുള്ള വിചാരങ്ങളിൽ നിന്ന്, തത്വങ്ങളിൽ നിന്ന് അവരെ ഇളക്കിക്കൊണ്ടുവരാനുള്ള ശ്രമമാണ് ചെയ്യേണ്ടത്. അത് ഈ മൂവരും നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. ആരിഫാണെങ്കിൽ നല്ല ഹാസ്യാത്മകമായിട്ട്, അതുപോലെ തന്നെ മറ്റുള്ളവരും. പിന്നെ ആശയപരമായിട്ടുള്ളൊരു യുദ്ധമാണ് ഒരു തരത്തിൽ. അപ്പോൾ അതിന് അല്പം മൂർച്ചയൊക്കെ ചിലപ്പോൾ വരും. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നല്ലാതെ മൊത്തത്തിലൊരു കുറ്റം പറയാനില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. താങ്ക് യു. ആരിഫ് ഭായ്, ഇതിനൊരു മറുപടി പറയണം. കാരണം നിങ്ങളുടെ വിമർശനം വല്ലാതെ അതിരുവിടുന്നുണ്ട് എന്നാണ് സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും നിങ്ങളുടെ കമൻറ്റുകൾ കാണുമ്പോൾ തോന്നുന്നത്. എൻ്റെ അഭിപ്രായമല്ല കേട്ടോ, ഞാൻ സോഷ്യൽ മീഡിയയിലുള്ള പറഞ്ഞാണ്. എന്താണ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം? എല്ലാവർക്കും നമസ്കാരം. മതവിമർശനത്തിൻ്റെ അതിര് എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം, അതിര് ആരാണ് തീരുമാനിക്കണമെന്നുള്ളതാണ്. ഈ വിമർശനം ഉന്നയിക്കുന്ന ആളുകളാണോ അതോ കേൾക്കുന്ന ആളുകളാണോ എന്നുള്ളതാണ്. കേൾക്കുന്ന ആളുകൾ എല്ലാവരൊന്നും അതിര് പറയാറില്ല. പക്ഷേ ഈ വിമർശനം ഏതാശയത്തെയാണോ, ഏത് വ്യക്തികളുടെ ചെയ്തികളെയാണോ നമ്മൾ വിമർശിക്കുന്നത്, ആ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അത് ചെറുതാണെങ്കിലും അത് അവർക്ക് അതിര് കടന്നു തന്നെയാണ്. ഇതാണ് അതിൽ സംഭവിക്കാറുള്ളത്. പിന്നെ നമ്മൾ വളരെ തേനും പാലും ഒഴുക്കി ഒരു കാര്യം പറഞ്ഞാൽ അവിടെ ഒരു വിമർശനം നല്ല രീതിയിൽ നടത്തുന്നവരാണ്ട് വരും, നമുക്കത് പോയി കേട്ട് കളയാം എന്ന് പറഞ്ഞിട്ട് എവിടെയെങ്കിലും ഒരാൾ വിമർശനം കേട്ടതിൻ്റെ ഒരു ചരിത്രം ഒരെണ്ണം ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കുക, ഒന്ന് കാണിച്ചു തരാം. എനിക്കത് കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ്. അങ്ങനെ ഒരാളും വിമർശനത്തെ എടുക്കാൻ പോകുന്നില്ല. വിമർശനം എപ്പോഴും ആളുകളെ സംബന്ധിച്ചിടത്തോളം, അതിൻ്റെ ആ വക്താക്കളെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് അസഹനീയമായ സാധനം തന്നെയാണ്. പിന്നെ അത് സ്വീകരിക്കപ്പെടാതിരിക്കുന്നതും എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു റൈറ്റ് ഫ്ലാങ്ക് ഇഫക്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഇപ്പോൾ പൊതുവേ നമ്മൾ പറയും, ഇപ്പോൾ വിമർശനമൊക്കെ നമ്മൾ മാറ്റിവെക്കാം. ഒരു തമാശ പറയുന്ന ഒരു സംഗതിയാണെങ്കിൽ പോലും ആ ഒരു തമാശ സെറ്റ് ചെയ്യുന്നത്, ആ തമാശ പറയുന്ന ആൾ പറയുന്ന ഒരു കാര്യം, അത് ആ വ്യക്തിയാണത് നിശ്ചയിച്ച് വെക്കുന്നത്. അപ്പോൾ ഒരു തമാശ അത്രയും എക്സ്ട്രീമായിട്ടുള്ളൊരു കാര്യം നമ്മൾ പറഞ്ഞു വെച്ചാൽ, ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ സെക്സിസ്റ്റ് ആയിട്ടുള്ള തമാശകളൊക്കെ പറയും, അത് പറഞ്ഞു വെച്ച് കഴിയുമ്പോൾ അതിന് താഴെ വരുന്ന സംഗതികളൊക്കെ പിന്നെ ആളുകൾക്ക് ഓക്കെ ആയിട്ട് മാറുന്നതാണ് നമ്മൾ കാണാറുള്ളത്. അവിടെ ഒരു റൈറ്റ് ഫ്ലാങ്ക് ഇഫക്റ്റ് നമ്മൾ കാണും. ഈ വിമർശനത്തിൽ അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇപ്പം ഞാനിപ്പോൾ ഇതിങ്ങനെ പറയുന്നു എന്ന് തോന്നുന്നതുകൊണ്ട് തന്നെ ഇതിന് താഴെ പറയുന്ന ആളുകൾക്കൊക്കെ ആക്സെപ്റ്റൻസ് കൂടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നു എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇപ്പോൾ പേരെടുത്ത് പറയുകയാണെങ്കിൽ ഇപ്പോൾ ലിയാഖത്ത്, അതല്ലെങ്കിൽ ഇപ്പോൾ ജബ്ബാർ മാഷൊക്കെ വളരെ നല്ല രീതിയിൽ ഇത് ചെയ്യുന്ന ആളുകളാണ്, ഇല്ലാന്നൊന്നുമല്ല നമ്മൾ പറയുന്നത്. പക്ഷേ അത് കേൾക്കാൻ ആരിഫിൻ്റെത് കേട്ടാൽ ശരിയാവില്ല, നമുക്ക് ജബ്ബാർ മാഷിൻ്റെ അത് കേട്ട് കളയാം എന്ന ഒരു നിലയിലേക്ക് അവരെ കൊണ്ട് എത്തിക്കുന്നത് ആരാണ്? അത് ഈ സംഗതി തന്നെയാണ് അവരെത്തിക്കുന്നത്. ഇത് കേട്ടിരിക്കാൻ നമുക്ക് പറ്റുന്നില്ല, ഇത്ര രൂക്ഷമായിട്ട് വേണ്ട, നമുക്ക് കുറച്ചുകൂടി താഴെയുള്ളത് എന്നുള്ളൊരു നില അതവിടെ സംഭവിക്കുകയാണ് ഓട്ടോമാറ്റിക്കലി. അപ്പോൾ ഇതിൻ്റെ ഗുണം സമൂഹത്തിന് മൊത്തത്തിലാണ്, അത് വിമർശകർക്ക് ഉൾപ്പെടെയാണ്. പിന്നെ ഇവിടെ ജോസഫ് മാഷ് പറഞ്ഞ മാതിരി ഡോക്ടർമാർ, സംഗതി ഞാൻ ഹോമിയോ ഡോക്ടർ ആണെങ്കിലും ഈ വാക്സിൻ എടുക്കുന്ന സമയത്ത് നമ്മൾ പറയും ചെറിയൊരു വേദന ഉണ്ടാവും, കേട്ടിട്ടുണ്ടാവും അല്ലേ? ചെറിയ വേദനയൊക്കെ ഉണ്ടാവും. നമ്മൾ അതിനെ പേടിച്ചിട്ട് നമ്മൾ വാക്സിൻ എടുക്കാതിരുന്നാൽ എന്താ സംഭവിക്കുക? അപ്പം നമ്മുടെ പ്രശ്നം എന്താണ്?
ആ വാക്സിൻ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന വേദനയാണോ നമ്മളെ പിന്തിരിപ്പിക്കേണ്ടത്, അതോ ആ വാക്സിൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നമാണോ നമ്മൾ പിന്തിരിപ്പിക്കേണ്ടത്? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ആ ഒരു ചെറിയ ഒരു മൊമെൻ്ററി ആയിട്ടുള്ളൊരു റിയാക്ഷനെ ഭയന്നുകൊണ്ട് നമ്മൾ മൊത്തം പ്രോസസ്സിനെ റദ്ദാക്കുക എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു സൂയിസൈഡൽ ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അത് നമ്മൾ കീഴടങ്ങുന്നതിന് തുല്യമാണ്. അത് ശരിയല്ല എന്ന് തന്നെയാണ് ഞാൻ പറയാം. പിന്നെ എത്രമാത്രം വേദന ആളുകൾക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിയും, അത് അവർക്ക് സഹിക്കാൻ കഴിയുന്നുള്ളത് അതെങ്ങനെയാണ്? ആദ്യത്തെ വാക്സിൻ എടുക്കുന്ന സമയത്ത് വളരെ വലിയ നിലവിളിയൊക്കെ ആയിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ മൂന്നാമത്തെ വാക്സിൻ എടുക്കുന്ന സമയമാകുമ്പോൾ കണ്ടിട്ടുണ്ട് കുറെ കേട്ടിട്ടുണ്ട് എന്നൊക്കെ ആ ചെറിയൊരു വേദന അത് കുഴപ്പമില്ല. അപ്പം അതിനോട് നമ്മൾ താതാത്മ്യം പ്രാപിക്കുന്നൊരവസ്ഥ വരികയാണ്. അത് നമുക്ക് കുഴപ്പമില്ല എന്നുള്ള തോന്നൽ അവിടെ വരും, ഇല്ലേ? അങ്ങനെ ഒരു സംഗതി കൂടി അവിടെ ഉണ്ട്. അപ്പോൾ ത്രഷോൾഡ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. നമുക്ക് എത്രമാത്രം വിമർശനം ഉൾക്കൊള്ളാൻ സാധിക്കും എന്നുള്ള ഒരു ലെവൽ അവിടെ നിശ്ചയിക്കപ്പെടുകയാണ്. അത് ആദ്യത്തെ അവസ്ഥയിൽ ചെറുതുപോലും നമുക്ക് താങ്ങാൻ പറ്റില്ല. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അത് നമുക്ക് ഓക്കെ ആയിട്ട് മാറുന്നു. അപ്പം ഇങ്ങനെ ഈ ത്രഷോൾഡിൽ വരുന്ന വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ഈ അതിര് നിശ്ചയിക്കുന്നത് എപ്പോഴും ഈ പറയുന്ന വിമർശനം ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്ന ആളുകളാണ്, അല്ലെങ്കിൽ ആ വിഷയത്തിൻ്റെ വക്താക്കൾക്കാണ് എപ്പോഴും അതിരുകൾ ഒരു വലിയ പ്രശ്നമായിട്ട് വരിക. കേൾക്കുന്ന ആളുകളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ വിഷയം ആകേണ്ടതില്ല എന്നുള്ളതാണ് ഞാൻ പറയാം. പിന്നെ ഈ ഏതൊരു വിഷയം എടുത്തു കഴിഞ്ഞാലും നമ്മളിപ്പോൾ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്നൊരു സംഗതി, അതിൻ്റെ ഭാഗമാണ് ഫ്രീഡം ടു ഒഫൻഡ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഒരു കാര്യം പറയാൻ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന രീതിയിലോ നിങ്ങളെ വിഷമിപ്പിക്കാത്ത രീതിയിലോ നല്ല രീതിയിൽ മാത്രമേ പ്രസൻറ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഫ്രീ സ്പീച്ച് എന്ന് വിളിക്കാൻ കഴിയില്ല. അത് അനദർ കൈൻഡ് ഓഫ് ഒരു കൺട്രോളാണ്. നിങ്ങൾ അങ്ങനെ ഒന്നും പറയാൻ പാടില്ല, നിങ്ങൾ വളരെ മാന്യമായി അല്ലെങ്കിൽ വളരെ ഭംഗിയായിട്ട് മാത്രമേ പറയാൻ പാടുള്ളൂ, ഭംഗിയുള്ളത് മാത്രമേ പറയാൻ പാടുള്ളൂ. ഇനി ചില കാര്യങ്ങളൊക്കെ അറബിയിലേ പറയാൻ പാടുള്ളൂ, അറബിയിലുള്ള സാധനത്തിൻ്റെ മലയാളത്തിലൊന്നും പറയരുത്, അതൊക്കെ പറഞ്ഞ വലിയ പ്രശ്നമാണ് എന്നൊക്കെ വരുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അത് ആ ഫ്രീ സ്പീച്ചിനെതിര് തന്നെയാണത്. അപ്പോൾ ഫ്രീ സ്പീച്ച് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഫ്രീഡം ടു ഒഫൻഡ് അതിൻ്റെ ഭാഗം തന്നെയാണെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അത് ഫ്രീ സ്പീച്ച് അല്ല, ദാറ്റ്സ് എ കൺട്രോൾ. അത് അഗെയിൻസ്റ്റ് ഫ്രീ സ്പീച്ച് ആണെന്നാണ് മനസ്സിലാക്കുന്നത്. താങ്ക് യു. ഇതൊരു റൗണ്ട് പൂർത്തിയാക്കാമെന്ന് വിചാരിക്കുന്നത്. ഞങ്ങൾ കാണികൾ അതിനുശേഷം ചോദിക്കും. പിന്നെ പ്രസാദ് ഹിന്ദുമത വിമർശനം നടത്തുമ്പോൾ കുറേ കാലമായിട്ട് ഞങ്ങൾ കേൾക്കാറുണ്ട്. അപ്പോൾ ഈ സന്യാസിമാരെ അല്ലെങ്കിൽ കുറച്ച് പേരെ ഡീബങ്ക് ചെയ്യുന്ന വീഡിയോ കണ്ടപ്പോൾ അതിൻ്റെ അടിയിൽ വന്നിട്ടുള്ള ഒരു സ്ഥിരം കമൻറ്റാണ്, നിങ്ങൾ ഈ സന്യാസിമാരെ വിമർശിക്കുന്നത് എങ്ങനെ ഹിന്ദുക്കളെ അല്ലെങ്കിൽ ഹിന്ദുത്വയെ വിമർശിക്കലായി മാറും എന്നുള്ളൊരു ചോദ്യം. സന്യാസികളെ വിമർശിക്കുന്നത് അല്ലെങ്കിൽ അതുപോലുള്ള മതത്തിൻ്റെ പ്രതിനിധികളെ നിങ്ങൾ വിമർശിക്കുന്നത് ഈ ഹിന്ദുത്വ ആശയത്തെ വിമർശിക്കാൻ മടിയുള്ളത് കൊണ്ടാണ് എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? കേരളത്തിലിരുന്ന് ഹിന്ദുത്വ ആശയത്തെ വിമർശിക്കാൻ എന്തെങ്കിലും ഒരു മടി കാണിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നുണ്ടോ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഏറ്റവും സേഫായിട്ട് വിമർശിക്കാൻ പറ്റിയ സാധനമാണ് ഈ ഹിന്ദുത്വ ആശയം. നിങ്ങൾ ഈ ഹിന്ദുത്വ ആശയം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സംഘപരിവാർ സംഘടനകളുടെ അവരുടെ രാഷ്ട്രീയമാണെങ്കിൽ അത് വളരെ വളരെ സേഫായിട്ട് ചെയ്യാൻ പറ്റും കേരളത്തിലിരുന്നിട്ട്, ആരും എതിർക്കൂല. അതേ സ്ഥാനത്ത് ഈ ഹിന്ദു മതത്തെ തൊട്ടാൽ, ഇപ്പോൾ ഹിന്ദുമതത്തിൻ്റെ ഏതെങ്കിലും ദൈവസങ്കല്പങ്ങളെ തൊട്ടാൽ, ഇപ്പോൾ CPM-നെ ഉദാഹരണം എടുത്താൽ തന്നെ അവർ കാലങ്ങളായിട്ട് ഈ സംഘപരിവാറിനെ ഇവരെയൊക്കെ വിമർശിച്ചിരുന്നെങ്കിലും ശബരിമല വിഷയം വന്നപ്പോൾ അത് എത്രത്തോളം അവർക്ക് ഇഫക്റ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഈ മതവിമർശനം, മതത്തിൻ്റെ സന്യാസിമാരെ എടുക്കുക അല്ലെങ്കിൽ ഈ മതപ്രതിനിധികളെ വിമർശിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ളതും, അതാണ് ഏറ്റവും കൂടുതൽ റെസ്പോൺസ് വരുന്നതും. ഇപ്പോൾ നിങ്ങൾ സംഘപരിവാറിനൊക്കെ വിമർശിച്ചിട്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റോ വീഡിയോ ഒക്കെ ചെയ്താൽ അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സന്യാസിയെ വിമർശിച്ചിട്ട് ഒരു വീഡിയോ ചെയ്താൽ, ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്താൽ അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റും എടുത്ത് നോക്കിയാൽ മതി ഏതിനാണ് ഏറ്റവും കൂടുതൽ റിയാക്ഷൻ വരിക എന്നുള്ളത്. അപ്പോൾ അതിന് മനസ്സിലാക്കുക അത് സേഫാണെന്നത് അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ല. RSSനൊക്കെ വിമർശിക്കുക, ഇവിടെ നിന്ന് എന്തും പറയാം. RSSനെ, ഗോൾവർക്കറിനെ, സവർക്കറിനെ, മറ്റേ RC വരുന്ന പോലെ അത് അഗാർക്കർ ടെണ്ടുൽക്കർ എന്നുള്ള രീതിയിൽ ആരെയും വിമർശിക്കാം, ഒന്നും ഒരു പ്രശ്നം വരില്ല. അതേപോലെ ആയിരിക്കില്ല ഈ സന്യാസിമാരെയൊക്കെ വിമർശിച്ചുണ്ടാവും. ജാഫർ ഭായി, നിങ്ങൾ ഈടായിട്ട് സോഷ്യൽ മീഡിയയിൽ തീരെ കാണുന്നില്ല എന്നാണ് പറയുന്നത്. എന്താണ് അതിന് കാരണം? നിങ്ങൾ അതിരുകൾ നിശ്ചയിച്ചോ സ്വയം? എന്താണ് സംഭവിച്ചതെന്ന് പറയൂ. സുഹൃത്തുക്കളെ, ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയതിന് ആദ്യമായി
എസൻസ് ഗ്ലോബലിൻ്റെ പ്രവർത്തകർക്ക് നന്ദി പറയട്ടെ. പിന്നെ അതിരുകൾ എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ വിമർശനം കൊണ്ട്, താനറിയാത്തൊരു വിമർശനം കൊണ്ട് ജീവിതത്തിൻ്റെ അതിര് മുറിഞ്ഞു പോയ ജോസഫ് മാഷുടെ ആത്മകഥ തൊട്ടുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റും. കാരണം മാഷിൻ്റെ ആത്മകഥ വായിച്ച് പൊള്ളിപ്പോയിട്ടുണ്ട് ഞാൻ. ഈ അടുത്ത കാലത്താണ് ഞാൻ വായിക്കുന്നത്. വല്ലാതെ നൊന്ത് പോയിട്ടുണ്ട്. 2015 ജൂലൈ 13 മാഷ് തൻ്റെ പുസ്തകത്തിൽ അവസാനത്തെ പേജിൽ എഴുതുക. ജൂലൈ 13 മാഷക്ക് അതുവരെ കിട്ടാനുള്ള ശമ്പള കുടിശ്ശികയും പെൻഷനും വാങ്ങാൻ വേണ്ടിയിട്ട് തലേന്ന് രാത്രി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വിളിച്ചറിഞ്ഞതിന് പ്രകാരം ന്യൂമാൻ കോളേജിലേക്ക് പോവുകയാണ്. അതേപോലെ തന്നെ പ്രിൻസിപ്പൽ TM ജോസഫും വിവരം വിളിച്ചറിയിച്ചിട്ടുണ്ട്. അങ്ങനെ പോകുന്ന സമയത്ത് മാഷോട്, അവിടെ എത്തിയ സമയത്ത് മാഷോട് അന്നത്തെ പ്രിൻസിപ്പൽ TM ജോസഫ് ചോദിക്കുന്നു, മാഷെ സന്തോഷമായില്ലേ എന്ന്. അപ്പം അതിനു വേണ്ടി മാഷ് ജീവിതം കൊണ്ട് പടപൊരുതിയിട്ട് സ്വന്തം ഭാര്യയുടെ മരണം പോലും ഈ ശമ്പള കുടിശ്ശികയും പെൻഷനും കിട്ടിയിട്ട് വേണം എന്തൊക്കെ ചെയ്യാനെന്ന് സ്വരുക്കൂട്ടി സ്വപ്നം കണ്ട് ആ സ്വപ്നങ്ങളൊക്കെ ലാസ്റ്റ് വിരമിക്കുന്ന മാർച്ച് 31 അതിനിടയ്ക്ക് പുനർനിയമനം നടക്കില്ല എന്ന് ഉറപ്പായതിനു ശേഷം തൻ്റെ ഭാര്യയുടെ മരണം കൺമുന്നിൽ കാണേണ്ടി വന്ന ആ ആത്മഹത്യരെ കാണേണ്ടി വന്ന മാഷോടാണ് ചോദിക്കുന്നത് സന്തോഷമായില്ലേ എന്ന്. അപ്പോൾ മാഷ് പറയുന്നൊരു വാക്കുണ്ട്, ഒരുപക്ഷെ അദ്ദേഹം ഗൗരവത്തിലായിരിക്കാം ചോദിച്ചത്, പക്ഷേ എനിക്ക് എന്ത് ഉത്തരം പറയണമെന്നറിയില്ലായിരുന്നു. കാരണം എൻ്റെ ജീവിതത്തിൽ നിന്ന് സന്തോഷവും സങ്കടവും തമ്മിലുള്ള അതിർവരമ്പുകൾ നിരന്നുപോയിരുന്നു എന്ന്. അതായത് ഞാൻ പറയാൻ കാരണം, ഒരു മതവിമർശകൻ നേരിടേണ്ടി വരുന്നത് അല്ലെങ്കിൽ ആ മാഷ് അതുവരെ അനുഭവിച്ച പീഡനങ്ങൾ, അതിൻ്റെ പർവ്വത നിരകളിലൂടെ താണ്ടിയുള്ള യാത്രകൾ മൊത്തം ആ പുസ്തകത്തിൽ വായിക്കുമ്പോഴേക്ക് ഒരുപക്ഷെ നമുക്ക് വല്ലാത്തൊരു അവസ്ഥയിലെത്തിപ്പോവും. അങ്ങനെയും അനുഭവിച്ച ഒരാൾ ലാസ്റ്റ് പറയുന്നത് സന്തോഷവും സങ്കടവും വരെ അതിൻ്റെ അതിർവരമ്പുകൾ നിരന്നു പോയി എന്ന് പറയുമ്പോൾ മാഷ് അറിയാതെ ചെയ്തൊരു മതവിമർശനത്തിൻ്റെ ഫലമായിട്ടാണ് അത്രയും പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നത്. നമ്മളൊക്കെ തന്നെ, മാഷൊരു മുസ്ലിം സമൂഹത്തിൽ ജനിച്ച ആളൊന്നുമല്ല, പക്ഷേ ഞാനൊരു മുസ്ലിം സമൂഹത്തിൽ ജനിച്ച ആളാണ്, മുസ്ലിം സൊസൈറ്റി ജനിച്ച ആളാണ്, ആരിഫിക്കാക്ക് അങ്ങനെയാണ്. പക്ഷേ ഒരു മുസ്ലിം സമൂഹത്തിൽ, പ്രത്യേകിച്ച് മജോറിറ്റി ആയിട്ട് മുസ്ലിങ്ങളുള്ള ഒരു സ്ഥലത്ത് ജനിച്ചു വളർന്ന് അവിടെ നമ്മൾ മതവിമർശനം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അനുഭവിക്കേണ്ടി വരുന്ന ഭീകര താണ്ഡവങ്ങളുണ്ട്. അതിനിരയാണ് ഞാനും. ഒരുപക്ഷെ 2010 കാലാവസ്ഥ മാറിയതുകൊണ്ട്, നമ്മുടെ മുമ്പിലേക്ക് സോഷ്യൽ മീഡിയ കടന്നു വന്നതുകൊണ്ടൊക്കെ നമുക്ക് നേരിട്ടുള്ള ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടില്ലെങ്കിൽ കൂടിയും ഒരുപാട് ഭീകരമായിട്ടുള്ള നിരന്തര ആക്രമണം നേരിടേണ്ടി വരുന്നുണ്ട്. കൊലവിളികളും മറ്റും നിരന്തരം നടക്കുന്നുണ്ട്. ഇപ്പം 3 കേസുണ്ട്. മൊബൈൽ ഫോൺ പിടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഇപ്പം യാസിൻ ചോദിച്ചു സോഷ്യൽ മീഡിയ കാണുന്നില്ലല്ലോ എന്ന്. അപ്പം FB ഹാക്ക് ചെയ്തു. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അതൊക്കെ അവർ ചെയ്യുന്നുണ്ട്. എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ കാന്തപുരം ഉസ്താദിൻ്റെ ഒരു 1/2 കിലോമീറ്റർ മാറിക്കൊണ്ടാണ്. അവിടെ മുസ്ലിം മെജോറിറ്റിയുള്ള സ്ഥലമാണ്. അവിടെ വെച്ചുകൊണ്ടാണ് നമ്മൾ മതവിമർശനം വിളിച്ചു പറയുന്നത്. അപ്പം അവിടെ അതിര് തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനപ്പുറം പോയില്ല. നമ്മൾ 99% ആൾക്കാരും മുസ്ലിങ്ങളിൽ ഇതെന്താണ് ഇതിനുള്ളിലുള്ളത് എന്ന് ഒരിക്കൽ പോലും വായിച്ചു നോക്കാതെ ജന്മം കൊണ്ട് മുസ്ലിമായി അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ അനുഷ്ഠിച്ചു പോരുന്നവരാണ്. പക്ഷേ ഞാനൊക്കെ വഴിതെറ്റി ഈ വായന എന്ന ശീലമുള്ളത് കൊണ്ട് ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ വായിക്കുകയും ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കുകയും ഇത് തീർത്തും മാനവിക വിരുദ്ധമാണ്, സ്ത്രീവിരുദ്ധമാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്തതിന് ശേഷം മതം ഉപേക്ഷിച്ച ആളാണ്. ഉപേക്ഷിച്ചതിന് ശേഷം എനിക്കിത് വിളിച്ചു പറയണം, നാട്ടുകാരെ നന്നാക്കണം എന്നൊന്നും എൻ്റെ ആവശ്യമില്ലായിരുന്നു. എന്നെ സംബന്ധിച്ചോളം എൻ്റെ വേഷം വായന, കുറച്ച് എഴുത്തൊക്കെ ആയിരുന്നു. ആ റൂട്ടിൽ പോകുന്ന സമയത്ത് തന്നെ നമ്മൾ ഇസ്ലാമെന്ന് വിട്ടു പോന്നാൽ ഇവർ ക്യാമറ കണ്ട് വെച്ച് നോക്കുകയും എന്താണ് പള്ളിയിൽ വരാത്തത് അല്ലെങ്കിൽ എന്താണ് ചെയ്യാത്തതെന്ന് നമ്മൾ നിരന്തരം നിരീക്ഷിക്കുകയും അവരെ നമ്മൾ വേട്ടയാടാൻ തുടങ്ങും. അപ്പം നമ്മൾ തീർച്ചയായിട്ടും അതിന് ഉത്തരം പറയാൻ വേണ്ടി പുതിയ ചോദ്യങ്ങൾ അവർ വീണ്ടും ചോദിക്കും. ഉത്തരം പറയാൻ വേണ്ടി വീണ്ടും നമ്മൾ പഠിക്കും. അപ്പം ഈ മതം ആയത്തിൽ പഠിച്ച ശേഷം ഇത് തീർത്തും മാനവിക വിരുദ്ധമാണെന്ന് മനസ്സിലാക്കി ഒഴിവാക്കിയ ആളാണ് നമ്മൾ. പക്ഷേ നമ്മളിത് തീർത്തും പഠിച്ച സമയത്താണ് മനസ്സിലാക്കിയത് നമ്മുടെ പോലെ വെളിച്ചം 4 ആൾക്ക് കിട്ടിയാൽ അവർക്ക് അവരുടെ ജീവിതം സേഫായിട്ട് കൊണ്ട് നടക്കാമല്ലോ എന്ന്. അങ്ങനെ നമ്മൾ ആ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ സത്യമാണ് വിളിച്ചു പറയുന്നത്. പക്ഷേ ഇവർക്കറിയില്ല ഇതിനുള്ളിലുള്ളതാണ്, ഇത് സത്യമാണ് എന്ന്. ഒരിക്കൽ പോലും മതഗ്രന്ഥങ്ങൾ വായിച്ചു നോക്കാത്ത, മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് പൊട്ടിയടിച്ച മതം മാത്രം പഠിച്ച്, പക്ഷേ ഏത് മതം തന്നെ ആയാലും ഇതിൻ്റെ ഉള്ളിലെ സത്യാവസ്ഥ വായിച്ചു നോക്കാതെ വെളുപ്പിച്ചൊരു മതം മാത്രമാണ് ഇവർ കാണുന്നത്. അങ്ങനെ നമ്മൾ പറയുന്ന സത്യങ്ങൾ ഇവർക്ക് സത്യമാണെന്നറിയാതെ
നമ്മളെ തലയിൽ കിടന്ന് നിരങ്ങുകയും ഏതൊക്കെ രീതിയിലെ സാമൂഹികപരമായും സാമ്പത്തികപരമായും തൊഴിൽപരമായിട്ടൊക്കെ നമ്മളൊക്കെ ഏതൊക്കെ രീതിയിൽ ബഹിഷ്കൃതമാക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ വേട്ടയാടലുകയും ചെയ്തുകൊണ്ട് നമ്മൾ ഒറ്റപ്പെടുത്തുന്ന ഒരു സമീപനമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിനെ അതിജീവിക്കുക എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിലൊക്കെ വളരെ വിരളമായതുകൊണ്ട് തന്നെയാണ് ഒരുപാട് പേര് എനിക്കറിയാവുന്നവർ തന്നെ നമ്മുടെയൊക്കെ പ്രവർത്തനം കൊണ്ട് എനിക്കറിയാവുന്നവർ തന്നെ ഈ ആരിഫ് ഖാനൊക്കെ കോളിംഗ് വിളിക്കും പോലെ ഇഷ്ടംപോലെ നമ്മളെ വിളിക്കുകയും അല്ലെങ്കിൽ നമ്മളായിട്ട് ബന്ധപ്പെടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവരൊന്നും തുറന്നു പറയാൻ ധൈര്യമില്ലാത്തവരാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് ജീവിക്കണം. അതുവരെ ജീവിച്ച ഭൗതിക സാഹചര്യങ്ങൾക്ക് ഭീകരമായി പരിക്ക് പറ്റും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അവർ വിളിച്ചു പറയാത്തത്. പക്ഷേ ഇതിൻ്റെ ഫലം സമൂഹത്തിൽ കൃത്യമായിട്ട് എല്ലാവരും പണിയെടുക്കുന്ന ഫലം സമയത്ത് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത് ഈ അതിർവരമ്പുകൾ എന്ന് പറഞ്ഞാൽ അത് നിശ്ചയിക്കുന്നത് ആരാണ്? ഒന്ന് മതവാദിയോ അല്ലെങ്കിൽ ഇത് വിളിച്ചു പറയുന്ന ആളോ? ഈ അതിർവരമ്പുകൾ എന്നത് നമ്മളൊരു ഊഹം മാത്രമാണ്, സത്യം മാത്രമാണ് നമ്മൾ വിളിച്ചു പറയുന്നത്. നമ്മൾ മതത്തിനകത്തെ സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ ഈ കേൾക്കുന്ന ആൾക്കാർ അവരുടെ ലെവൽ വെച്ച് അതിര് നിർണ്ണയിക്കുകയും അതിന് പ്രകാരമാണ് നമ്മളോട് ഏറ്റുമുട്ടുകയും ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ ഈടെ വന്ന ഒരു ചോദ്യമാണ്, ആരിഫും ജാഫറും മറുപടി പറഞ്ഞാൽ നന്നാവും. ഒരാൾ ഇട്ടിരിക്കുന്നൊരു പോസ്റ്റ് ബംഗ്ലാദേശിലെ യുക്തിവാദികളെ സ്വതന്ത്ര ഇന്ത്യയിലൊക്കെ ചൂണ്ടിക്കാട്ടിയിട്ടാണ്. അവിടെ ഒരു ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യമായതുകൊണ്ട് ഈ ബംഗ്ലാദേശിൽ നിരന്തരം നടക്കുന്ന പരിപാടി അവർ ഹിന്ദു മതത്തെ മാത്രം വിമർശിക്കുന്നു. അങ്ങനെ അതിന് വലിയ വ്യൂവർഷിപ്പ് കിട്ടുന്നു. ഇത്ര മാത്രമേ ഉള്ളൂ പോസ്റ്റിൽ. ബാക്കി അതിൻ്റെ അടിയിലുള്ള കമൻറ്റ് മുഴുവൻ അത് ആരിഫിനെയും ജാഫറിനെയും പോലത്തെ ആളുകളെ കൊള്ളിച്ചുകൊണ്ടാണ് അതിൽ വന്ന കമൻറ്റുകൾ മുഴുവൻ. അപ്പോൾ ആ ചോദ്യം തന്നെ ഒരു തെറ്റല്ലേന്ന് എൻ്റെ ചോദ്യം. തസ്ലീമ നസ്രീനെ പോലെയുള്ള വലിയ സ്വതന്ത്ര ഇന്ത്യക്കാരെ നമ്മൾ ബംഗ്ലാദേശിൽ കണ്ടു. ഇന്നലെ ബംഗ്ലാദേശിൽ ഒരു ഹിന്ദു യുവാവിനെ ജമാഅത്തെ ഇസ്ലാമിക്കാർ തല്ലിക്കൊന്നു. അപ്പോൾ ഇതിനോട് എന്താണ് പ്രതികരണം എന്നാണ് ചോദ്യം. ബംഗ്ലാദേശിലൊരു കോണ്ടെക്സ്റ്റാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ദിബു ചന്ദ്ര ദാസ് എന്ന് പറയുന്ന ഒരു ഹിന്ദു യുവാവിനെ മതനിന്ദ കുറ്റം ആരോപിച്ചിട്ടാണ്. എന്താ പറഞ്ഞെന്നോ എന്താണ് കുറ്റമെന്നൊന്നും ആർക്കും അറിയേണ്ട കാര്യമില്ല. ചെറുതെന്തെങ്കിലും കിട്ടിയാൽ മതി, ഇനി ഒന്നും ഇല്ലെങ്കിലും അത് ആരോപിച്ചുകൊണ്ട് തല്ലിക്കൊല്ലുക എന്ന് പറയുന്നത് ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ആസിയ ബീവിയുടെ കേസൊക്കെ നമുക്കറിയാം. വെള്ളം പങ്കുവെക്കുന്നതുമായി ബന്ധപ്പെട്ട്, വെള്ളം കോരുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചെറിയൊരു വിഷയം. ആ വിഷയം ആളിക്കത്തിക്കുന്നത് പിന്നീട് മതനിന്ദ കുറ്റം ആരോപിച്ചിട്ടാണ്. ആസിയ ബീവിയെ വേട്ടയാടുന്ന അവസ്ഥയിലേക്കും അവരെ കോടതി വെറുതെ വിട്ടിട്ട് പോലും മതവാദികൾ അവരെ വെറുതെ വിട്ടില്ല, അവരെ പിന്നാലെ കൂടി. അങ്ങനെ അവർ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ ബംഗ്ലാദേശിൽ അവർക്ക് ആ ദിബു ചന്ദ്രദാസിന് ഓടി രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല, തല്ലിക്കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. അതിനുശേഷം എന്നിട്ടും അരിശം തീരാഞ്ഞ ആളുകൾ ആളുടെ ശരീരം പച്ചയ്ക്ക് കത്തിക്കുകയാണ്. കയറിൽ കെട്ടി തൂക്കി മരത്തിൽ കയറ്റി കത്തിക്കുന്ന കാഴ്ച നിങ്ങൾ കണ്ടുകാണ്. ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കാൻ നമുക്ക് കഴിയില്ല. അതിനും അപ്പുറത്തേക്ക് അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ കൂടി നിൽക്കുന്ന ആളുകൾ അല്ലാഹു അക്ബർ വിളിക്കുന്നു. അത് വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് അവർ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ ട്വിറ്ററിലും പോസ്റ്റ് ചെയ്തിട്ട് അവിടെയും അല്ലാഹു അക്ബർ വിളിക്കുന്നു. അതിൻ്റെ കമൻറ്റിൽ വന്നിട്ട് അല്ലാഹു അക്ബർ വിളിക്കുന്നു. അത് ചെയ്തത് നന്നായി എന്ന് പറയുന്നു. ഈ ഒരു കാഴ്ച ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളിവിടെ ഇതിപ്പോൾ മതവിമർശനം നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്നതല്ല. ഒന്നാമത്തെ കാര്യം, വെറുതെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇനിയിപ്പോൾ ഇന്ന് രാവിലെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ, എന്നാ വാ നമുക്ക് രണ്ട് മതവിമർശനം നടത്തിക്കളയാം എന്നതിൻ്റെ പേരിലല്ല നമ്മൾ മതവിമർശനം നടത്തുന്നത്. അങ്ങനെയായിരുന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സേഫായിട്ട് മതവിമർശനം നടത്തുന്നു എന്ന ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ട് അത് ചെയ്തു എന്ന് നമുക്ക് തോന്നിക്കാൻ വേണ്ടി നമുക്ക് ഒരു കുഴപ്പവും കേൾക്കുന്ന ആൾക്കും ഇല്ല, എന്നാൽ തനിക്കും ഉണ്ടാവില്ല എന്ന രീതിയിൽ മതവിമർശനം നടത്താൻ പറ്റുന്ന ഇഷ്ടംപോലെ മതങ്ങളുണ്ട്. ഇപ്പോൾ യസീദി എന്ന് പറയുന്ന ഒരു മതം, എത്ര ആളുകൾ അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്? ഡ്രൂസ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൻ്റെ ഒരു മതവിശ്വാസമുണ്ട്, അത് എത്ര പേര് കേട്ടിട്ടുണ്ട്? ജൈനമതം, ബുദ്ധമതം, ഇതിനൊക്കെ നമുക്ക് വേണമെങ്കിൽ 24 മണിക്കൂറും തലകുത്തി നിന്ന് നമ്മൾ വിമർശിച്ചാൽ ആരും നമ്മളെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നമ്മളെ ആരും വന്ന് സംഘിച്ചാപ്പയോ അല്ലെങ്കിൽ സുഡാപ്പിച്ചാപ്പയോ ഒന്നും അടിക്കാനും പോകുന്നില്ല. വളരെ സേഫായിട്ട് ഇത് ചെയ്യാൻ പറ്റും. എന്നാൽ നമുക്ക് മതവിമർശനം നടത്തി എന്ന ഒരു പ്രതീതി ഉണ്ടാക്കാനും എളുപ്പമാണ്. പക്ഷെ നമ്മളതൊന്നും ചെയ്യുന്നില്ല. എന്താ കാരണം? കാരണം നമ്മൾ ആ മതവിമർശനത്തിന് സെലക്ട് ചെയ്തത് ആ മതമായത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളതാണ്. ഞാനെപ്പോഴും പറയാറുള്ളത് പേ പിടിച്ച മതങ്ങളാണ് എന്നുള്ളതാണ് പ്രശ്നം. അതായത് ഒരുപാട് മതങ്ങളുണ്ട്, അതിൽ പേ പിടിച്ച മതം ആദ്യം നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്ത് അതിനെ നമ്മൾ വിമർശനത്തിന് വേണ്ടി സെലക്ട് ചെയ്യുന്നു. ഒരുപാട് പട്ടികൾ നടന്നു പോകും. നമ്മൾ എല്ലാ പട്ടീനെയും വെറുതെ തല്ലിക്കൊല്ലാനോ അതിൻ്റെ പിന്നാലെ ഓടിക്കാനോ ഒന്നും നമ്മൾ നടക്കാറില്ല. അതിൽ പേ പിടിച്ച മതം ഒരു പട്ടി ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പിന്നാലെ പോകും. അതിനെ ആദ്യം നമ്മൾ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കും.
അപ്പോൾ എന്തുകൊണ്ട് മറ്റു പട്ടികൾ വെറുതെ വിട്ടു എന്ന ചോദ്യം നിങ്ങൾക്കറിയാം എന്താണ്. അതാരെ ആക്രമിച്ചിട്ടില്ല, അതാരെയും പിന്നാലെ വന്നിട്ടില്ല. ഇത് തന്നെയാണ് ഇതിന് കാരണം. ഇവിടെയും നമ്മൾ ഹിന്ദുമത വിമർശനം അതല്ലെങ്കിൽ ഈ ഇസ്ലാം മത വിമർശനം, ഇത് രണ്ടും ആണ് ഇന്ത്യയിലെ ഒരു കോണ്ടാക്സിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ ഇതൊരു വലിയ ഒരു വിഷയമായിട്ട് വരുന്നത്. അവിടെ നമ്മൾ ഇതിനെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ കാരണം ഇതുപോലുള്ള വിഷയങ്ങളാണ്. അത് മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മളുടെ ഭരണഘടന നമുക്ക് തരുന്ന ഒരു സ്വാതന്ത്ര്യത്തെ പോലും അടിയറവ് വെക്കുന്ന തരത്തിലേക്ക് അത് കൊണ്ടെത്തിക്കുന്നു. ഈ മതങ്ങളിൽ പ്രധാനമായിട്ടും ഇസ്ലാം മതം എന്നുള്ളിടത്താണ് ഇതിൻ്റെ പ്രശ്നം കിടക്കുന്നത്. ഹിന്ദു മത വിമർശനം അത് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സിനിമകളായാലും കഥകളായാലും അതുമായി ബന്ധപ്പെട്ടുള്ള സംഗതികൾ കാലങ്ങൾക്ക് മുന്നേ ഇവിടെ നടന്നിട്ടുണ്ട്. പക്ഷേ സമാനമായ രീതിയിൽ ഒരു വിമർശനത്തെ ഉൾക്കൊള്ളാനോ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സിനിമ ഇറക്കാനോ എത്രമാത്രം ഇസ്ലാമിൻ്റെ പേരിൽ സാധിക്കുന്നുണ്ട് എന്നുള്ളിടത്താണ് ഇതിൻ്റെ പ്രശ്നം കിടക്കുന്നത്. അവിടെയാണ് ഇതിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ആ ഒരു ആംഗിൾ കൂടി നമ്മൾ അംഗീകരിക്കേണ്ടതായിട്ട് വരുന്നത്. ഇപ്പോൾ ഇന്ത്യയിലൊക്കെ നിലനിൽക്കുന്ന മതനിന്ദ നിയമം സംബന്ധിച്ചിട്ടുള്ള IPC സെക്ഷൻസ്, ഇപ്പോൾ ഭാരതീയ ന്യായ സംഹിത എന്നാണ് അതിനറിയപ്പെടുന്നത്. IPC ആയിരുന്ന സമയത്ത് അതിനകത്ത് ഇപ്പോൾ ഞാനൊക്കെ ഇപ്പോഴും നേരിടുന്നത് 295A എന്ന് പറയുന്ന ഒരു വകുപ്പ്. ഈ വകുപ്പൊക്കെ എങ്ങനെയാണ് ഇന്ത്യയിലേക്ക് വന്നത്, ഇത് നമ്മൾ അന്വേഷിക്കണമല്ലോ. അപ്പോൾ ഹിന്ദു മതത്തെ അവഹേളിച്ചുകൊണ്ട് ഒരു സംഗതി അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുന്നേ ഒരു സംഭവം ഉണ്ടാകുന്നു. അത് വന്നു കഴിയുമ്പോൾ അതൊരു എഴുത്തായിട്ട് പ്രചരിപ്പിക്കുകയാണ് ചെയ്തത്. അന്നത് ചെയ്തത് അന്നത്തെ ഇസ്ലാമിക സംഘടനകളാണ്. അതിലൊരു പ്രധാന പങ്ക് നമ്മളുടെ അഹമ്മദിയ വിഭാഗത്തിന് പോലും പങ്കുണ്ട്. അവർ ഈ സാധനമായിട്ട് ഇറങ്ങിത്തിരിക്കുന്നു. അപ്പോൾ ഹിന്ദു വിഭാഗത്തിന് മുന്നിലുള്ള ഓപ്ഷൻ എന്താണ്? 2 ഓപ്ഷനാണ്. ഒന്നുകിൽ വാളെടുക്കുക, ഇതിനെതിരെ കലാപം സൃഷ്ടിക്കുക. 2 മറുപടിയായിട്ട് വേറൊരു ലഘുലേഖ ഇറക്കുക. ഇതാണ് ഓപ്ഷൻ. അവരെന്ത് ചെയ്തു? അവർ ഒരു മറുപടി ലേഖനമാണ് എഴുതിയത്. അതിൻ്റെ പേര് റംഗീല റസൂൽ എന്ന് പേരിട്ടിട്ടാണ് അവർ ഇറങ്ങിത്തിരിച്ചത്. അപ്പോൾ ആദ്യം ഒരു ഹിന്ദുമത അവഹേളനം നടത്തുന്നു. അതിൽ സീതയെ അവഹേളിക്കുന്നു, കൃഷ്ണനെ അവഹേളിക്കുന്നു, പിന്നെ ചില സ്വാമിമാരെ അവഹേളിക്കുന്നു. ഇതാണ് ആദ്യം അവർ ചെയ്തത്. മറുപടിയായിട്ട് മുഹമ്മദ് നബിയെ അവഹേളിക്കുന്നു. അപ്പോൾ നമ്മൾ ഇനി അടുത്തത് പ്രതീക്ഷിക്കേണ്ടത്, ഇപ്പോൾ 1-1 സ്കോർ. അപ്പോൾ അടുത്തത് എന്താ സംഭവിക്കേണ്ടത്? വീണ്ടും ഒരു ഹിന്ദുമത വിമർശനമാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പക്ഷെ അവിടെ സംഭവിച്ചത് അതല്ല. അവിടെ സംഭവിച്ചത് പിന്നെ വാളാണ്. ഈ റംഗീല റസൂൽ എഴുതിയ ആളെ വേട്ടയാടുക എന്നുള്ളതായി പിന്നെ അവിടുത്തെ അവസ്ഥ. അവിടെ എഴുതിയ ആളുടെ പേര് പുറത്ത് പറയാതെ പബ്ലിഷറുടെ പേരിലാണ് അത് അറിഞ്ഞുകൊണ്ടിരുന്നത്. കാരണം എഴുതിയ ആളെ കൈ കിട്ടി അപ്പോൾ തീരുമെന്നറിയാം. അയാളൊരു തൂലികാ നാമത്തിൽ അത് എഴുതുന്നു, പബ്ലിഷറുടെ പേരിൽ ആണ് അത് അറിയപ്പെട്ടത്. പബ്ലിഷറെ ഇതുപോലെ വേട്ടയാടണം എന്ന് പറഞ്ഞ് വലിയ കലാപ ആഹ്വാനങ്ങൾ ഉണ്ടാകുന്നു. ഗാന്ധിജി ഇടപെടുന്നു, പല ആളുകൾ ഇടപെടുന്നു. അങ്ങനെ അവസാനം കോടതി ഇയാളെ വെറുതെ വിടുന്നു. എന്ന് വെച്ചാൽ ഇത് മതനിന്ദയൊന്നും ഇല്ല എന്നുള്ള രീതിയിലേക്ക് വരുന്നു. പക്ഷേ ആൾക്കൂട്ടം വെറുതെ ഇരിക്കുന്നില്ല. ആൾക്കൂട്ടം അയാളെ വേട്ടയാടി ഈ പബ്ലിഷറെ കൊല്ലുന്ന അവസ്ഥയിലേക്ക് വരികയാണ്. അവിടുന്നാണ് ഇത് ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഈ 295Aയും Bയും Cയും ഒക്കെ പിന്നീട് ഈ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഉണ്ടാവുന്നത്. അതിൻ്റെ ഒരു വകുപ്പാണ് ഇന്ത്യയിൽ നിന്നുള്ളത്, അതിൻ്റെ മറ്റൊരു വകുപ്പാണ് പാകിസ്ഥാനിൽ നിന്നുള്ളത്. ഈ 2 സാധനമാണ് അവിടെ ഇന്ന് ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ത്യയിൽ അപ്പോഴും നമുക്ക് കാണാം ഈ മതനിന്ദ എന്ന് പറയുന്ന സാധനത്തിൻ്റെ പേരിൽ അറസ്റ്റുകളും കേസുകളൊക്കെ പലതും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആരും ശിക്ഷിച്ചതിൻ്റെ ഒരു ചരിത്രം ഇല്ല എന്നുള്ളത് ഇപ്പോൾ നമ്മളൊക്കെ ഫേസ് ചെയ്യുന്നുണ്ട്. കോടതിയിൽ കുറേ കാശൊക്കെ പോകും, പക്ഷേ ശിക്ഷയൊന്നും എവിടെയും ഉണ്ടാകാൻ പോകുന്നില്ല. കുറേ സമയം മെനക്കെടും, ഫോണൊക്കെ പിടിച്ചു വെക്കും. എൻ്റെ ഒരു ഐഫോൺ അവിടെ ഇരിക്കുന്നു, ജാഫറിൻ്റെ ഫോൺ അവിടെ ഇരിക്കുന്നു. പിന്നെ ഇതുപോലെ അന്വേഷണങ്ങൾ നടക്കുന്നു, കേസിനുള്ള ചെലവ് അവിടെ നടക്കുന്നു. ഇതൊക്കെയാണ് അതിൻ്റെ പിന്നാലെ പോകുന്നത്. പക്ഷെ പാകിസ്ഥാനിൽ എന്താ അവസ്ഥ? ഇതിൻ്റെ പേരിൽ ശിക്ഷിക്കുന്നു, ആളുകളെ വലിയ തോതിൽ വേട്ടയാടുന്ന അവസ്ഥ ഉണ്ടാകുന്നു. ഇനി കോടതി വെറുതെ വിട്ടാലും അയാളെ അവിടുത്തെ നാട്ടുകാർ തല്ലിക്കൊല്ലുന്ന അവസ്ഥ ഉണ്ടാകുന്നു, കത്തിക്കുന്ന അവസ്ഥ ഉണ്ടാകും. അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. അവിടെയാണ് ഓരോ മതങ്ങളും എങ്ങനെയാണ് ഈ മതവിമർശനത്തെ ഉൾക്കൊള്ളുന്നത് എന്ന ഒരു നില അവിടെ വരുന്നത്. അപ്പോൾ ഈ ഒരു ബംഗ്ലാദേശിലെ വിഷയം നമ്മൾ എടുത്തു നോക്കുമ്പോൾ സത്യത്തിൽ നമുക്ക്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ, വിമർശിക്കാൻ വേണ്ടിയിട്ട് വിമർശിക്കുന്നതല്ല. ഇത് വിമർശിക്കാൻ കൃത്യമായ കാരണങ്ങളുണ്ട്. പേയ് പിടിച്ച ചില ആശയങ്ങളുടെ ഒരു അവസ്ഥ മുന്നിൽ ഒരു വലിയ യാഥാർത്ഥ്യമായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് നമ്മളിത് ചെയ്യേണ്ടി വരുന്നത്. നമ്മളിവിടെ നുപൂർ ശർമ്മ വിഷയത്തിൽ മുഹമ്മദ് നബി അവഹേളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ കൊലവിളികൾ നമ്മൾ കേട്ടാണ്. സർ തൻസെ ജുദ എന്ന് പറഞ്ഞിട്ടാണ്, കഴുത്ത് വെട്ടിയെടുക്കണം. ഗുസ്താഖ് നബി ഏക് ഹി സസ, സർ തൻസെ ജുദ, സർ തൻസെ ജുദ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഉറുദുവിലുള്ള ഒരു സംഗതി. ഇത് പാടിക്കൊണ്ടാണ് കൊലവിളി നടത്തുന്നത്. ഇത് നോർത്ത് ഇന്ത്യയിലും പാകിസ്ഥാനിലും സ്ഥിരമായിട്ട് നമ്മൾ കേൾക്കുന്ന കാര്യമാണ്. മതനിന്ദ നടത്തിയവന് ഒരേ ഒരു ശിക്ഷയേ ഉള്ളൂ, കഴുത്ത് വെട്ടുക, കഴുത്ത് വെട്ടുക. ഇതാണ് അവർ പാടിക്കൊണ്ടിരിക്കുന്നത്.
ഇതിൻ്റെ പേരിൽ നുപുർ ശർമ്മയ്ക്കെതിരെ കൊലവിളി നടത്തുകയും അവർക്ക് പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തുകയും ചെയ്യേണ്ടി വരുന്നു. എന്നിട്ട് അവരെ കിട്ടുന്നില്ല എന്ന് വന്നപ്പോൾ അവർക്ക് സപ്പോർട്ട് കൊടുത്തു എന്നതിൻ്റെ പേരിൽ കനയ്യലാൽ എന്ന് പറയുന്ന ഒരാളുടെ കഴുത്ത്, ടൈലറായ കനയ്യലാലിൻ്റെ കടയിൽ കയറിക്കൊണ്ട് തുണിക്ക് അളവെടുക്കാൻ എന്ന നിലയ്ക്ക് അവിടെ ചെന്ന് 2 പേര് പിന്നിൽ നിന്നും കഴുത്ത് അറുത്തു മാറ്റുന്ന അവസ്ഥ നമ്മൾ വീഡിയോ കണ്ടതാണ്. ഇതാണ് ഇന്ത്യയിൽ സംഭവിച്ചത്. അപ്പോൾ നമ്മൾ ചോദിക്കുന്നത്, ഇത് വെച്ചുകൊണ്ട് ഇന്ത്യ വേണമെങ്കിൽ കത്തിക്കാമായിരുന്നു ഇവിടുത്തെ ഈ പറയുന്ന മറുവിഭാഗത്തിന്. അവർ കത്തിച്ചിട്ടില്ല, അവർ നിയമത്തിൻ്റെ വഴിക്കാണ് പോയത്. അപ്പോൾ നിയമത്തിൻ്റെ വഴിക്ക് നീങ്ങുന്നവരെ നമ്മളെപ്പോഴും കൂടെ നിർത്തണമെന്ന് തന്നെയാണ് പറയുക. അത് എല്ലാവർക്കും ബാധകമായിട്ടുള്ള കാര്യമാണ്. അതേപോലെ കർണാടകയിൽ ഹിജാബ് വിഷയം വന്നു. ഹിജാബ് ഊരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് വിഷയം ഉണ്ടായിരുന്നത്. പക്ഷേ മധ്യപ്രദേശിലൊരു സ്കൂളിൽ ഹിന്ദു കുട്ടികളെ കൊണ്ട് ഹിജാബ് ഇടിയിച്ചു എന്നൊരു വിഷയം അവിടെ ഉണ്ടായിട്ട് എത്ര പേര് അറിഞ്ഞു ആ സംഗതി? ഇവിടെ എത്ര പേര് അത് കേട്ടിട്ടുണ്ട്? അങ്ങനെ ഒരു വിഷയം മധ്യപ്രദേശിലൊരു സ്കൂളിൽ ഹിന്ദു കുട്ടികളെ കൊണ്ട് ഹിജാബ് ഇടിയിച്ചു എന്ന ഒരു വിഷയം എത്ര പേര് ഇവിടെ അറിഞ്ഞു? ഒന്ന് കൈവക്കാവോ? ഒരാൾ അറിഞ്ഞിട്ടുണ്ട്, 2 ആൾ. പക്ഷെ കർണാടകയിലെ വിഷയം അറിഞ്ഞ ആളുകളൊന്ന് കൈവക്കൂ. യെസ്, ഓൾമോസ്റ്റ് എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. എന്തേ നിങ്ങൾ 2ാമത്തെ വിഷയം അറിയാതെ പോയത്? അപ്പോൾ ഈ ഇരവാദം ഇറക്കിക്കൊണ്ട് വിഷയങ്ങളെ ആളിക്കത്തിച്ചുകൊണ്ട് അതിൻ്റെ പേരിൽ മുതലെടുപ്പ്, രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുക എന്ന് പറയുന്നത് ആർക്കാണ് ഇവിടെ അതിൽ താല്പര്യം കൂടുതൽ? ആരാണ് അത് ലക്ഷ്യം വെക്കുന്നത്? അത് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഈ ഹിജാബ് ഇടിയിച്ചു എന്നതിൻ്റെ പേരിൽ ഇന്ത്യ കത്തിക്കാമായിരുന്നു അവർക്ക്, കർണാടക വിഷയം കത്തിച്ച പോലെ. ഇവർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ വ്യത്യാസങ്ങൾ മനസ്സിലാക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് അതിനകത്ത് നമ്മളൊരു പ്രയോറിറ്റി നിശ്ചയിച്ചുകൊണ്ട് അതിന് ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതും ഒക്കെ. അവിടെ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇത് മനസ്സിലാക്കാതെ ബാലൻസ് ചെയ്യണം, ഒന്ന് അവിടെ ചെയ്ത ഒന്ന് ഇവിടെ ചെയ്യണം എന്ന നിലയ്ക്ക് ചെയ്താലേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നതുകൊണ്ട് നമുക്ക് യോജിപ്പില്ല. എനിക്ക് യോജിപ്പില്ല. യോജിപ്പുള്ള ആളുകൾ ഉണ്ടാവാമായിരിക്കാം, പക്ഷെ നമ്മളതല്ല വെക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ചോദിച്ചതിൻ്റെ ഒരു ആകത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബംഗ്ലാദേശിൽ നടന്ന പോലെയുള്ള വിഷയങ്ങൾ നമ്മുടെ നാട്ടിലും നടക്കും. നമ്മളോടൊക്കെ ചോദിക്കാറുണ്ട്, നീയൊക്കെ ഈ പറയുന്ന പോലെയുള്ളതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ആരിഫ് എന്നും ജീവനോടെ ഇരിക്കുന്നത്, എന്തുകൊണ്ടാണ് ജാഫർ എന്നും ജീവനോടെ ഇരിക്കുന്നത് എന്നാണ് നമ്മളോട് ചോദിക്കാറുള്ളത്. ഈ ചോദ്യം കേൾക്കുമ്പോൾ നമുക്ക് ചിരിയാ വരിക. കാരണം എന്താണ്? അതായത് ഒരു കടിക്കുന്ന പട്ടി, ആ പട്ടി ഇങ്ങനെ തൊടലിൽ കെട്ടി ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്, ഒരു നല്ലൊരു ഉറപ്പുള്ള ഒരു ഇരുമ്പ് ദണ്ടിൽ. എന്നിട്ട് ആ പട്ടി ചോദിക്കുകയാണ്, നോക്കൂ എനിക്ക് പേയുണ്ട്, ഞാൻ കടിക്കുന്ന പട്ടിയാണ്, എന്നിട്ട് ഞാൻ നിങ്ങളെ കടിക്കുന്നുണ്ടോ എന്ന് ആ പട്ടി നമ്മളോട് ചോദിക്കുന്ന പോലെയാണ് സത്യത്തിൽ ഇത് നമുക്ക് കാണാൻ സാധിക്കുക. കാരണം ഇന്ത്യൻ നിയമം, ഇന്ത്യയിലുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം, മത സ്വാതന്ത്ര്യം, ഇതുപോലുള്ള സംഗതികൾ, അതുപോലെ ശക്തമായ നിയമ സംവിധാനം, ആ സംവിധാനത്തിൻ്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് മാത്രമാണ് ഏതൊരു മതത്തിനും ഇവിടെ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ, അത് ഇസ്ലാം മതമായാലും എന്നതാണ് നമ്മളൊക്കെ ജീവനോടെ ഇരിക്കുന്നതിൻ്റെ കാരണം. ഇവർ നമ്മളോട് പറയുന്നത് എന്താണ്? ധൈര്യമുണ്ടെങ്കിൽ, ഇതിൻ്റെ അടുത്ത സെൻറ്റൻസ് അതാണ്, ധൈര്യമുണ്ടെങ്കിൽ നീ വരൂ, എങ്ങോട്ട്? സൗദി അറേബ്യയിലേക്ക് വരൂ, UAE വരൂ എന്നാണ് പറയുന്നത്. ഇതേ ആളുകൾ, ഇതേ മലയാളികളാണ് പറയുന്നത്. അപ്പോൾ എന്താ അവർ പറയുന്നത്? ഇന്ത്യയിൽ വെച്ച് അത് ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ്. നിങ്ങളൊന്ന് സൗദി അറേബ്യ വന്ന് തന്നാൽ നിങ്ങളെ തല ഞങ്ങൾ വെട്ടിത്തരാം എന്നല്ല ഈ പറയുന്നത്. എന്നിട്ടാണ് അവർ പറയുന്നത് ഇത് സമാധാന മതമാണ്. ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇതിൽ പരം ഒരു തോൽവി, ഒരു മതനിന്ദാ നിയമം ഇല്ല എന്നുണ്ടെങ്കിൽ എന്നോ പൂട്ടിക്കെട്ടി പോകേണ്ട ഒരു സാധനമാണ് ഈ ഇസ്ലാം എന്ന് പറയുന്ന സാധനം. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസമാവില്ല. ഇത് കൃത്യമായിട്ട് പറഞ്ഞത് യൂസുഫുൽ കർലാവി എന്ന് പറയുന്ന ഈജിപ്ഷ്യൻ പണ്ഡിതൻ പച്ചയ്ക്ക് TV ചാനൽ വന്നിരുന്ന് പറഞ്ഞാണ്, മതനിന്ദകനെ കൊല്ലുക, മതം വിട്ടവനെ കൊല്ലുക, കിൽ ദ അപ്പോസ്റ്റേറ്റ് എന്ന് പറയുന്ന നിയമം, മുർത്തദിനെ കൊല്ലുക എന്ന് പറയുന്ന നിയമം ഇസ്ലാമിൽ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ 1400 വർഷം ഇസ്ലാം സർവൈവ് ചെയ്യില്ലായിരുന്നു എന്ന് പച്ചയ്ക്ക് പറഞ്ഞ ആളാണ് യൂസുഫുൽ കർലാവി. ഈ ഒരു യാഥാർത്ഥ്യം, ഇത് മുഹമ്മദ് നബിക്ക് ശേഷം അന്ന് അറേബ്യയിൽ നടന്നൊരു കാര്യം കൂടിയാണ്. റിദ്ദ വാർ എന്നാണ് അതിൻ്റെ ആ യുദ്ധങ്ങൾ വിളിക്കുന്നത് തന്നെ. അതായത് മതനിന്ദകരെ പിടിച്ച് കൊല്ലാൻ വേണ്ടി ഉത്തരവിട്ട് അതിനുവേണ്ടി ഇറങ്ങി തിരിച്ച ഒരു കൂട്ടം യുദ്ധ മുറകൾ അല്ലെങ്കിൽ യുദ്ധങ്ങൾ എന്ന് തന്നെ വിളിക്കാം. നീണ്ട വർഷങ്ങളാണ് അത് നീണ്ടു നിന്നത്. ഉമറിൻ്റെയും അബൂബക്കറിൻ്റെയും നേതൃത്വത്തിലാണ് ആ യുദ്ധങ്ങൾ നടത്തിയത്. എന്തായിരുന്നു ആ യുദ്ധത്തിൻ്റെ ലക്ഷ്യം? ശത്രുക്കളെ പിടിക്കലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നവർ ആക്രമിക്കലോ ഒന്നും ആയിരുന്നില്ല. മതം ഉപേക്ഷിക്കുന്ന ആളുകളെ തെരഞ്ഞു പിടിച്ച് കൊല്ലുക എന്നുള്ളതായിരുന്നു റിദ്ദ വാറുകളുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. മുഹമ്മദ് നബിയുടെ മരണശേഷം നടന്ന ആദ്യത്തെ യുദ്ധങ്ങൾ ഈ പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള യുദ്ധങ്ങളും ഈ മതനിന്ദകരെ കൊല്ലുക, വേട്ടയാടുക എന്ന് പറയുന്ന നിയമവും ഇല്ല എന്നുണ്ടെങ്കിൽ ഭൂലോകത്ത് ഇസ്ലാം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ മതനിന്ദ നിയമം ഇത്രമാത്രം സ്വീകരിക്കപ്പെടുന്നതും ഈ മതത്തെ പൊതിഞ്ഞു കെട്ടാൻ വേണ്ടിയിട്ട് ആളുകൾ ഉപയോഗിക്കുന്നതും. അതാണ് ബംഗ്ലാദേശിൽ നമ്മൾ കാണുന്നത്. ഇനി ബംഗ്ലാദേശിൽ കാണുമ്പോൾ സാധാരണ വിശ്വാസികൾ പറയും അത് ഞങ്ങളുടെ ഇസ്ലാം ഇങ്ങനെയല്ല, ഇത് ഇസ്ലാമിക ഭരണകൂടം ഉള്ളിടത്ത് ചെയ്യേണ്ട സാധനമാണ്, ഇത് നാട്ടുകാരിങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്നാണ് ഇവർ പറയുക. അവിടെ ഉണ്ട് പ്രശ്നം.
ഇസ്ലാമിക ഭരണമില്ലാത്ത സ്ഥലങ്ങളിൽ എങ്ങനെ ഈ നിയമം നടപ്പിലാക്കണം എന്നുള്ളത് സംബന്ധിച്ച് ഇസ്ലാമിൽ അധ്യാപനങ്ങളുണ്ട്. അവിടെ നടപ്പിലാക്കാൻ സാധിക്കുന്ന ആളുകൾ ഇത് ചെയ്യുക എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ നിയമം. ഒരു വ്യക്തി, അന്ധനായ വ്യക്തി മുഹമ്മദ് നബിയുടെ മുന്നിൽ വന്ന് നിന്നിട്ട് പറയാണ്, റസൂലെ, ഞാൻ ഇന്നലെ എൻ്റെ വെപ്പാട്ടിയെ ഞാൻ കൊന്നു എന്ന് പറയുന്നു. എന്താ കാരണം? അതായത് ഈ വ്യക്തി അന്ധനാണ്, പക്ഷേ ഇദ്ദേഹത്തിന് ഒരു യുദ്ധത്തിൽ ഇത് പറയുന്ന പോലെ കൊള്ളയടിക്കലാണല്ലോ പണി. അങ്ങനെ കൊള്ളയടിച്ച് മുഹമ്മദ് നബിയുടെ കൂടെ പോയി കൊള്ളയടിച്ച് അവിടെ നിന്നും ഭർത്താവിനെയും കൂട്ടുകാരെയൊക്കെ കൊന്ന, അതിൽ നിന്നും പിടിച്ചെടുത്തൊരു ഒരു അടിമയാക്കപ്പെട്ട സ്വതന്ത്ര സ്ത്രീ, എന്നുവെച്ചാൽ സ്വതന്ത്രയായ സ്ത്രീയെ പിടിച്ച് അടിമയാക്കി. എന്നിട്ട് ആ സ്ത്രീയുമായിട്ട് ഇയാൾ ജീവിക്കുകയാണ്. ആ ജീവിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ പെണ്ണിൻ്റെ കുടുംബം ഇതേപോലെ കുളം തോണ്ടിയ ആള്, അത് ഏത് വലിയ കൊലകൊമ്പൻ പ്രവാചകനാണെങ്കിലും ഏത് പെണ്ണാണെങ്കിലും തെറി വിളിച്ചിരിക്കും. ഈ പെണ്ണ് നിരന്തരം തെറിവിളിയായിരുന്നു മുഹമ്മദ് നബീനെ. ഈ തെറിവിളി കേൾക്കാൻ വയ്യാതെ ഒരു ദിവസം ഇദ്ദേഹം എന്ത് ചെയ്തു? എൻ്റെ കയ്യിലിരുന്ന കത്തി എടുത്തിട്ട് ഞാൻ പള്ളയ്ക്ക് കയറ്റി റസൂലെ എന്ന് റസൂലിൻ്റെ മുന്നിൽ വന്ന് നിന്നിട്ട് ഇങ്ങനെ കൺഫസ് ചെയ്യാണ്. ആ കൺഫസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്താണ്? ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആളുകൾ, വിശ്വാസികളൊക്കെ ഉണ്ടെങ്കിൽ, ഇത് കേൾക്കുന്ന വിശ്വാസികളുണ്ടെങ്കിൽ അവരെന്താ പ്രതീക്ഷിക്കുക? അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മുഹമ്മദ് നബി തീർച്ചയായിട്ടും നിങ്ങളോട് ആര് പറഞ്ഞു അങ്ങനെ ചെയ്യാൻ? ഇത് ഇസ്ലാമിക രാജ്യത്ത് ഇസ്ലാമിക നിയമം നടപ്പിലാക്കല്ലേ വേണ്ടത്. ഞാൻ ഇവിടെ ഇരിക്കുന്നത് പിന്നെ എന്തിനാ? മാങ്ങ പറിക്കാനാണോ എന്നാണ്, കാരക്ക പറിക്കാനാണോ എന്നാണ് ഒരു പ്രവാചകൻ ചോദിക്കേണ്ടിയിരുന്നത്. പക്ഷേ പ്രവാചകൻ പറഞ്ഞത് എന്താ? വളരെ നന്നായി മോനെ, നീ നല്ല കാര്യമാണ് ചെയ്തത്. അവന് ഈ പ്രതിക്രിയ അത് നമ്മൾ ഒഴിവാക്കി കൊടുക്കുന്നു എന്നും കൂടി പ്രസ്താവിച്ച് അവന് പൂർണ്ണ സംരക്ഷണമാണ് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ മുഹമ്മദ് നബിയെ തെറി വിളിച്ചു എന്നതിൻ്റെ പേരിൽ സ്വന്തം വീട്ടിൽ ഒരു പെണ്ണിനെ കുത്തിക്കൊന്നത് പോലും ഇസ്ലാമിക നിയമപ്രകാരം അനുവദിച്ചു കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോഴാണോ ഇത് മുഹമ്മദ് നബി നേരിട്ട് ചെയ്ത കാര്യമായി പറയുന്നത്? അപ്പോഴാണോ ഈ ദിബു ചന്ദ്രദാസിൻ്റെ അവസ്ഥ ഇസ്ലാമിൽ ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ വിശ്വാസികൾ അല്ലാഹു അക്ബർ എന്ന ആ മുദ്രാവാക്യത്തിൻ്റെ അകമ്പടിയോടെ ചെയ്യുന്നതിൽ നമ്മൾ എന്തെങ്കിലും പുതുമ കാണേണ്ടത് എന്നതാണ് നമ്മൾ ചോദിക്കുന്നത്. നിങ്ങൾക്കോ അല്ലെങ്കിൽ ഇത് കാണുന്ന വേറെ ആളുകൾക്കോ ചിലപ്പോൾ അഴകുഴമ്പൻ വിശ്വാസികൾക്കോ ഇതൊക്കെ വലിയ സംഭവമായിരിക്കാം, വലിയ അത്ഭുതം തോന്നുന്നുണ്ടായിരിക്കും. പക്ഷേ ഈ നിയമങ്ങൾ മനസ്സിലാക്കിയ ഇതിങ്ങനെയാണ് എന്ന് തിരിച്ചറിയുന്ന നമ്മളെപ്പോലുള്ള എക്സ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഒരു പുതുമയില്ല. ഇത് നമ്മൾ എന്തേ വൈകി, എന്ത് കുറഞ്ഞു പോയി എന്നേ നമുക്ക് ചോദിക്കാൻ പറ്റുന്നുള്ളൂ. കാരണം അതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ മതത്തെ പേപ്പട്ടി മതം എന്ന് വിളിക്കുന്നതും. ഓക്കെ, ഇപ്പോൾ ആരിഫ് ഹുസൈൻ സാർ പറഞ്ഞത് ഇന്ത്യയിലായതുകൊണ്ട് മതനിന്ദ അല്ലെങ്കിൽ ഇത്രയും സ്വതന്ത്രമായിട്ട് ഇത്തരം കാര്യങ്ങൾ വിമർശിക്കാൻ സാധിക്കുന്നു എന്നാണ്. ഇന്ത്യ വേറെ രീതിയിൽ ഇത്തരം സ്വാതന്ത്ര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു പരിണതിയിലേക്ക് മാറുകയാണ് എന്ന യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മൾ കാലങ്ങളായിട്ട് നേടിയെടുത്ത ശാസ്ത്രീയ ധാരണകളെയൊക്കെ മറികടന്നുകൊണ്ട് പഴയ വിശ്വാസങ്ങൾ അല്ലെങ്കിൽ പഴയ ധാരണകളെ പാഠ്യപദ്ധതിയിലേക്ക് കൂടി കൊണ്ടുവരുന്ന രീതിയിലേക്ക് മതാത്മക രാഷ്ട്രമായി ഇന്ത്യ മാറുകയാണ്. ആ ഒരു യാഥാർത്ഥ്യം കൂടി തിരിച്ചറിഞ്ഞിട്ട് പ്രതികരിക്കേണ്ടതുണ്ട്. എനിക്ക് ജോസഫ് സാറോടാണ് ഒരു കാര്യം പങ്കുവെക്കാനുള്ളത്. അദ്ദേഹത്തിൻ്റെ അനുഭവ കഥകളിലൂടെയൊക്കെ വായിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാല്യകാലങ്ങളിലും ചെറുപ്പകാലത്തും ഒക്കെ അദ്ദേഹം ഒന്നാന്തരം മതവിശ്വാസിയായിരുന്നു. കുടുംബത്തോടൊപ്പം പള്ളിയിൽ പോവുകയും പള്ളിയിലെ ചടങ്ങുകളിലും എല്ലാം പങ്കെടുക്കുകയൊക്കെ ചെയ്തിട്ടിരുന്ന, അതുപോലെ മതത്തിൻ്റെ ആ വിശ്വാസത്തിൻ്റെ ഭാഗമായി തന്നെ ജോലിയിൽ പ്രവേശിക്കുകയും ജോലി തുടരുകയൊക്കെ ചെയ്ത ഒരാളാണ്. ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ഇതിൻ്റെയൊക്കെ കാപ്പറ്റി തിരിച്ചറിയുന്നത്. അപ്പോൾ അതിന് മുമ്പുണ്ടായിരുന്ന ജീവിതത്തിൽ നിന്ന് വേറൊരു ജീവിതത്തിലേക്ക് വന്നപ്പോൾ തീർച്ചയായിട്ടും സമുദായത്തിലും സമൂഹത്തിലുമൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു സുരക്ഷിതത്വമുണ്ട്. ഇപ്പോൾ ഒരു മത ചട്ടക്കൂട്ടിൽ ജീവിക്കുമ്പം ആ ഒരു കമ്മ്യൂണിറ്റി ലഭിക്കുന്ന ഒരു സോഷ്യൽ ലൈഫും ഒക്കെ ഉണ്ട്. അതിൽ നിന്ന് എന്തുമാത്രം വ്യത്യാസമാണ്, കൂടുതലുള്ള സ്വാതന്ത്ര്യമാണോ സമാധാനമാണോ, എന്താണ് അദ്ദേഹത്തിന് ജീവിതത്തിൽ മാറ്റമുണ്ടാക്കിയത് എന്നൊന്ന് പ്രതികരിച്ചാൽ നന്നായിരിക്കും. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം കൂടി ആരിഫ് ഹുസൈൻ സാർ അതിനുശേഷം പ്രതികരിക്കുമെന്ന് വിചാരിക്കുന്നു. ഞാനൊരു കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. പ്രൈമറി ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ എനിക്കൊരു പുണ്യവാളനാകണമെന്നായിരുന്നു ആഗ്രഹം. ഈ മിഡിൽ സ്കൂളിലെത്തിയപ്പോൾ അതിനല്പം ശാന്തതയൊക്കെ വന്നിട്ട് അത്രയൊന്നും വേണ്ട, ഒരു വൈദികനായാൽ മതി എന്ന് ഞാൻ വിചാരിച്ചു. പിന്നീട് ഒരു ഹൈസ്കൂൾ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചു വന്നപ്പോൾ, 9 വന്നു കഴിഞ്ഞപ്പോൾ ഈ ആത്മീയതയൊക്കെ പോയിട്ട് പകരം കലാത്മക ചിന്ത, സാഹിത്യത്തോടും നാടകത്തോടുമൊക്കെയുള്ള താല്പര്യം വരികയും അങ്ങനെ വായിക്കുകയും
അങ്ങനെയൊക്കെ ചെയ്ത കാലത്ത് ഈ മതം അല്ലെങ്കിൽ കാണിച്ചു തരുന്ന സ്വർഗം നരകം അതുപോലെയുള്ള കാര്യങ്ങളിലുള്ള വിശ്വാസമൊക്കെ എൻ്റെ അക്കാലത്തെ കുറഞ്ഞു പോയിരുന്നു. അപ്പോൾ അങ്ങനെ സ്വർഗത്തിലോ നരകത്തിലോ പോകുന്നില്ല, ഞാൻ മരിച്ച് അതായത് ഇവിടെ നിന്ന് വന്നോ അവിടേക്ക് തന്നെ പോകും, അല്ലാതെ വേറെ ഒരു നരകത്തിലേക്കോ ഒരു സങ്കല്പ ലോകത്തിലേക്കോ ഒന്നും ഞാൻ പോകുന്നില്ല എന്ന് വിചാരിച്ച്, എന്നാലും ഈ ദൈവത്തിലൊക്കെ ശരണപ്പെട്ടുകൊണ്ടാണ് ജീവിച്ചു പോകുന്നത്. അതിങ്ങനെ ചെറുപ്പത്തിൽ നമ്മുടെ തലച്ചോറിൽ അടിച്ചു കയറ്റിയ ഒരു വിശ്വാസ പദ്ധതി എന്ന നിലയിൽ അന്ന് ഉണ്ടാക്കിയ ഒരു ഭയം, ദൈവഭയം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യസാധ്യത വേണമെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ അത് കിട്ടുമെന്നുള്ള ഒരു സങ്കല്പം, അതൊക്കെ ഏതാണ്ട് ഒരു 2020 വരെ എന്നിൽ അവശേഷിച്ചിരുന്നു. അതായത് ഈ ചെറുപ്പത്തിൽ ഉണ്ടായ രോഗമുണ്ടല്ലോ, ഈ വിശ്വാസം എന്ന് പറയുന്നത്, ദൈവവിശ്വാസം എന്ന് പറയുന്നത് ഒരു അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മനോബലം നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ആ നഷ്ടപ്പെട്ടു പോയ മനോബലം തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് ഒരു ആപത്ത് അല്ലെങ്കിൽ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ ഒരു സന്ദേഹമുള്ള സംഗതി വരുമ്പോൾ, നമുക്ക് എങ്ങനെ സംഭവിക്കും, കാര്യങ്ങൾ എങ്ങനെ കലാശിക്കുമെന്നുള്ള ഒരു സംശയം മനസ്സിൽ വരുമ്പോൾ, അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ ദൈവത്തെ കൂട്ടുപിടിക്കും. അപ്പോൾ ആ സംശയം തന്നെ വരാൻ കാര്യം നമ്മുടെ ഉള്ളിൽ കയറിക്കൂടിയ ഒരു വിശ്വാസമാണ്. അതായത് മനസ്സിൻ്റെ ഒരു ദൗർബല്യമാണ്, മനോബലം പണ്ട് മതം കെടുത്തിക്കളഞ്ഞതിൻ്റെ പേരിലാണ്. അപ്പോൾ അതിന് ചെറിയ രോഗമേ എനിക്കുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ചെറിയ മരുന്ന് കഴിച്ചാൽ മതി. അതുകൊണ്ട് ഞാനിങ്ങനെ വല്ലപ്പോഴൊക്കെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ജീവിച്ചു വന്ന ഞാൻ ഇങ്ങനെ സമൂഹത്തിൻ്റെ ഒരു ഭാഗമായിട്ട്, ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട്, അങ്ങനെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഇങ്ങനെ മതത്തെ അധികം വിമർശിക്കാതെ ഇവരോടൊപ്പം ചേർന്ന്, എന്നാൽ അങ്ങനെ ഒരു തീവ്ര മത രോഗിയാകാതെ അങ്ങനെയൊക്കെ കഴിഞ്ഞു പോകുന്ന സമയത്താണ് ഈ അപകടങ്ങളൊക്കെ എനിക്ക് വന്നത്. അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം നേരിട്ടപ്പോൾ എന്നെ തള്ളിപ്പറഞ്ഞ, എന്നോടൊപ്പം നിൽക്കാത്ത, എന്നെ ഉപദ്രവിച്ചവരോടൊപ്പം കൂടുന്ന എൻ്റെ സമുദായത്തിൽപ്പെട്ടവരോട് ഞാൻ പിന്നെ ഐക്യപ്പെട്ട് നിന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് അതിനോടധികം ചേരാതെ, എന്നാലും ദൈവവിശ്വാസം തുടർന്ന് വല്ലപ്പോഴുമൊക്കെ പ്രാർത്ഥിച്ച് അങ്ങനെ കഴിഞ്ഞു വരികയായിരുന്നു. 2021 ഞാൻ ഈ ദൈവവിശ്വാസം എന്ന രോഗത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് മോചിതനാവുന്നത്. ഞാനിത് പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ്. അതായത് എൻ്റെ മകൾ അന്ന് അയർലൻഡിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്, വിവാഹിതയാണ്. അക്കാലത്ത് ആ കോവിഡ് കാലത്ത് അവൾ ഗർഭിണിയായി. അപ്പോൾ വീട്ടിൽ നിന്ന് പോകാൻ ആരുമില്ല, പിന്നെ പ്രസവ ശുശ്രൂഷയ്ക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഭാര്യ ഉണ്ടായിരുന്നെങ്കിൽ ഭാര്യയെ വിടാമായിരുന്നു. അത് ഇല്ലാത്തതുകൊണ്ട്, അതായത് പിന്നെ ഭർത്താവിൻ്റെ, അതായത് മരുമകൻ്റെ അമ്മ, അവർ പോകാൻ തയ്യാറായിട്ട് ഇരുന്നതാണ്, തെലുങ്കാനക്കാരിയാണ്. പക്ഷേ ഈ കോവിഡ് കാലത്ത് പോകാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ആശുപത്രിയിൽ അഡ്മിറ്റായി. കോവിഡാണ്. സുഹൃത്തുക്കൾക്ക് പോലും പോയി അവിടെ ഒരു പരിചരണമോ സഹായമോ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഭാര്യയും ഭർത്താവും, അതായത് മോളും മരുമകനും മാത്രമേ ഉള്ളൂ. അവരിങ്ങനെ ആശുപത്രിയിലായി, പ്രഷർ കൂടിയിട്ടുണ്ട്, ചിലപ്പോൾ ഇങ്ങനെ സിസേറിയൻ വേണം എന്നൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ച് പറയുകയാണ് മോള്. എനിക്കിതൊക്കെ കേട്ടിട്ട് ഭയങ്കര ഒരു പരിഭ്രമമുണ്ട്. ഭാര്യ ഉണ്ടായിരുന്നെങ്കിൽ ഭാര്യയുമായിട്ട് ആ സന്ദേഹവും പരിഭ്രമമൊക്കെ പങ്കുവെക്കാമായിരുന്നു. അതൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് എനിക്ക് ചെയ്യാവുന്നത് പ്രാർത്ഥിക്കുകയാണ്. എല്ലാം ഭംഗിയായിട്ട് കലാശിക്കാൻ വേണ്ടിയിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ എൻ്റെ മനസ്സ് വെമ്പിതാണ്. പക്ഷേ അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇങ്ങനെ അമ്മയും കുഞ്ഞുമൊക്കെ ശരിയായിട്ട് വരേണ്ടത്, പ്രസവിച്ച് സുഖമായിട്ട് വരേണ്ടത് പ്രകൃതിയുടെ ഒരു ആവശ്യമാണല്ലോ. പ്രകൃതി അത് സാധാരണ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. വളരെ അപൂർവമായിട്ട് അതിനൊക്കെയുള്ള പ്രശ്നങ്ങൾ വരാറുള്ളൂ. ഞാനിവിടെ നിന്ന് പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലെങ്കിലും പ്രകൃതി അത് വേണ്ട രീതിയിൽ അതൊക്കെ കൈകാര്യം ചെയ്തുകൊള്ളും, കുഴപ്പമില്ലാതെ വന്നുകൊള്ളും. എൻ്റെ പ്രാർത്ഥന വെറുതെ ആവശ്യമില്ലാത്തൊരു പരിപാടിയാണ് എന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ട് ബലം പിടിച്ച് ഞാൻ പ്രാർത്ഥിക്കാതിരുന്നു. അതിന് ധാരാളമായിട്ട് ക്ലേശം അനുഭവിക്കേണ്ടി വന്നു, മനക്ലേശം ഉണ്ടായി അങ്ങനെ പ്രാർത്ഥിക്കാതെ ഇരുന്നതിൽ. പക്ഷേ അതോടുകൂടി ഈ പ്രാർത്ഥന എന്ന് പറയുന്ന ആ മരുന്ന് എനിക്ക് പിന്നെ വേണ്ടെന്നായി. ദൈവവിശ്വാസത്തിൻ്റേതായിട്ടുള്ള രോഗം എൻ്റെ പൂർണ്ണമായിട്ടും മോചിക്കപ്പെട്ടു. അവിടെ അമ്മയും കുഞ്ഞും സുഖമായിട്ട് കാര്യങ്ങളൊക്കെ ആയി.
അതോടുകൂടി എനിക്കുണ്ടായൊരു സന്തോഷം എന്ന് പറയുന്നത് ഒരു ഭയങ്കര രോഗത്തിൽ നിന്ന് ഞാൻ മോചിതനായി, ഭയങ്കരമായിട്ടുള്ള ഒരു ബന്ധനത്തിൽ നിന്ന് മോചിതനായി അതിൻ്റെ ഒരു സന്തോഷം, ഒരു വലിയ സ്വാതന്ത്ര്യമാണ് ഉണ്ടായത്. ചെറുപ്പം മുതലേ തുടർന്ന് വരുന്ന ഒരു രോഗത്തിൽ നിന്ന് മോചിതനായതിൻ്റെ ഒരു, അതായത് വിശ്വാസം എന്ന ഒരു ബന്ധനത്തിൻ്റെ, അടിമത്തത്തിൻ്റെ ആ ചങ്ങലക്കെട്ടുകളിൽ നിന്ന് വിടുതൽ പ്രാപിച്ചതിൻ്റെ ഒരു സുഖം, ഒരു സന്തോഷം, അതെന്നെ വല്ലാതെ ആഹ്ലാദിതനാക്കി. അത് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞാനിങ്ങനെ ഈ സ്വതന്ത്ര ചിന്തകരുടെ യോഗത്തിലൊക്കെ ഇങ്ങനെ വല്ലപ്പോഴും വന്ന് പ്രസംഗിക്കാനൊക്കെ ഇരിക്കുന്നത്. ഇവിടെ മാഷ് പറഞ്ഞതിനോട് ഒരു ചെറിയ കൂട്ടിച്ചേർക്കൽ ഞാൻ കൂട്ടിച്ചേർക്കട്ടെ. കാരണം മാഷ് ആത്മകഥ എഴുതുമ്പോൾ എനിക്ക് തോന്നുന്നില്ല അവിടെ എവിടെയും തന്നെ അവിശ്വാസത്തിൻ്റെ രേഖ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അന്ന് മാഷ് എനിക്ക് തോന്നുന്നില്ല ഒരു അവിശ്വാസിയായിരുന്നു എന്ന് ആ പുസ്തകത്തിൽ എവിടെ ഇങ്ങനെ പറയുന്നില്ല. പക്ഷേ മാഷ് ഈ പ്രശ്നം ഉണ്ടായി, ഈ ചോദ്യപേപ്പർ വിവാദം ഉണ്ടായി, ഒളിവ് പോയി തിരിച്ചു വന്നതിന് ശേഷം മാഷ് വീട്ടിലേക്ക് ആരും വരുന്നില്ല, ഒറ്റപ്പെടുത്തുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കാൻ മാഷ് പറയുന്നുണ്ട് ആത്മകഥയിൽ, എന്നെ തേടി കുറച്ച് യുക്തിവാദികൾ വന്നു, എന്നെ കയറി കുറച്ച് ആൾക്കാർ വന്നു. അവരെന്നോട് ചോദിച്ചു എന്ത് സാമ്പത്തിക സഹായം വേണമെങ്കിലും നിയമസഹായം വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാം. അപ്പം മാഷ് പറഞ്ഞു നിങ്ങൾ ആരാന്ന് ചോദിച്ചാലും പറഞ്ഞു ഞങ്ങളെ ഈശ്വരവിശ്വാസം ഇല്ലാതെ യുക്തിവാദികളാണെന്ന് പറഞ്ഞു. അപ്പം മാഷ് പറഞ്ഞു ഞാൻ യുക്തിവാദിയോ നിരീശ്വരവാദിയോ അല്ലല്ലോ. അപ്പം അവർ പറയുന്നുണ്ട് നിങ്ങൾ യുക്തിവാദിയോ നിരീശ്വരവാദിയോ ഒന്നും ആവണ്ട, നിങ്ങളൊരു മനുഷ്യനാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ മാനസികമായ പരിഗണന ആവശ്യമുണ്ട് എന്ന് കരുതിയാണ് ഞങ്ങൾ വന്നത്, എപ്പോൾ വിളിച്ചാലും ഞങ്ങൾ സഹായം ചെയ്യാൻ തയ്യാറാണെന്ന്. അങ്ങനെ ഈ ആക്രമണമൊക്കെ കഴിഞ്ഞു. പിന്നെ മാഷ് കുറേ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൊക്കെ അനുഭവിക്കുന്ന സമയത്ത് ഒരിക്കൽ വല്ലാതൊരു ബുദ്ധിമുട്ട് വന്ന സമയത്തുണ്ട് കുറച്ച് ആൾക്കാർ വന്നു, മാഷെ കുറച്ച് ഒരു കുഴപ്പമില്ലാത്ത സംഖ്യ ഏൽപ്പിച്ചു. അത് മാഷയ്ക്ക് വല്ലാത്തൊരു അപ്പോഴത്തെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ വല്ലാത്തൊരു നല്ല കാര്യമായി തോന്നി. അപ്പം മാഷ് അവർ ഇറങ്ങിപ്പോയതിന് ശേഷം ഇങ്ങനെ പറയുന്നൊരു ആത്മകഥ ഉണ്ട്. അതായത് ഇവർ സ്വയം ദൈവമാണ് എന്നിരിക്കെ ഇവർക്ക് മറ്റെന്തിനാണ് മറ്റൊരു ദൈവം എന്ന് ഞാൻ കരുതിപ്പോയി എന്ന്. താങ്ക് യു. ഞാൻ ആ ചോദ്യം ഒന്നും കൂടെ ആഡ് ചെയ്യാം. അതിന് ആരിഫ് ചോദ്യം കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. പ്രസാദ് കേട്ടിട്ടുണ്ടാവില്ല. അതിന് പ്രസാദും കൂടെ മറുപടി പറയണമെന്ന്. ഇന്ത്യ ബാക്കോട്ട് പോകുന്നുണ്ടോ? ശാസ്ത്ര കോൺഗ്രസ്സുകളിലൊക്കെ ഇത്തരം കാര്യങ്ങൾ വലിച്ചിഴക്കപ്പെടുന്നുണ്ടോ മതം എന്നുള്ള കാര്യത്തിന് രണ്ടുപേരും കൂടെ അതിനൊരു മറുപടി പറയണമെന്ന് പറയുന്നു. ഞാൻ ആദ്യം പറയാം. അതായത് നമ്മളിവിടെ ഈ മതനിന്ദ എന്ന് പറയുന്നൊരു വിഷയം ഇവിടെ സൂചിപ്പിച്ചപ്പോഴാണ് അതിന് ഫോളോ അപ്പ് ആയിട്ടൊരു ചോദ്യം വന്നത്. നമ്മൾ ഇന്ത്യയിൽ ഇതെല്ലാം ബാക്കോട്ടല്ലേ പോകുന്നത് എന്നൊരു സംഗതിയാണ് ചോദിച്ചു വെച്ചിരിക്കുന്നത്. ഞാൻ പറയും അല്ല എന്നേ ഞാൻ പറയുള്ളൂ. കാരണം 4 കേസുകൾ ഞാൻ വ്യക്തിപരമായിട്ട് നേരിടുന്ന 4 കേസുകളുണ്ട്. 4 കേസ് മതനിന്ദയുമായി കണക്ട് ചെയ്തുകൊണ്ടുള്ളതാണ്. ഈ 4 കേസുകളുടെ ഒരു പൊതു സ്വഭാവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ ഒരു കേസ് നിലനിൽക്കുന്നത് IPC സെക്ഷൻ ഉണ്ടായിരുന്ന സമയത്താണ്. ഇപ്പോൾ ഉള്ളത് BNS വന്നതിന് ശേഷമുള്ളതാണ്. അതായത് ഒന്നിൽ 295A 153 ഒക്കെയാണ് ആദ്യത്തെ കേസിൽ. അതിൻ്റെ ഒരു കോടതി അലക്ഷ്യവും എല്ലാം കൂടി ചേർത്തിട്ടാണ് 2-3 കേസുകളുള്ളത്. ഒരെണ്ണം ഉള്ളത് ഡിങ്കവാങ്ക്, അത് സംബന്ധിച്ചിട്ട് നമ്മൾ പോറ്റിയെ കേറ്റിയെ എന്ന് പറയുന്ന പോലെ ബാങ്കിന് ഒരു പാരഡി നമ്മൾ ഉണ്ടാക്കി, അതിൻ്റെ പേരിലൊരു കേസ്. ഇതിലുള്ളൊരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കോമൺ സംഗതി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം ഈ ഒരു വിഷയം കാണിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പോയപ്പോൾ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ അവർ കേസ് എടുക്കുന്നില്ല. അപ്പോൾ അവരത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിന് ഹയർ അതോറിറ്റിയിലേക്ക് അവർ കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ്. കംപ്ലൈൻറ്റ് കൊടുക്കുമ്പോൾ അവിടെയും കേസ് എടുക്കുന്നില്ല. അത് കഴിഞ്ഞ് അവർ വീണ്ടും അടുത്ത ഇതിലേക്ക് പോകുന്നു. പിന്നെ സ്റ്റേറ്റ് പോലീസ് ചീഫിന് കംപ്ലൈൻറ്റ് കൊടുക്കുന്നു. അങ്ങനെ പല ലെവലിൽ അവർ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടും എല്ലാവരും പറയുന്നത് എന്താണ്, ഇത് കേസെടുക്കാനുള്ള വകുപ്പില്ല എന്ന് പറഞ്ഞിട്ട് അവർ പിന്തിരിപ്പിക്കുന്ന അവസ്ഥയാണ് ആദ്യത്തേലുണ്ടായത്. അപ്പോൾ ഇതിലൊരു വിഷയം, നമ്മളുടെ റൈറ്റ്സ് തന്നെയാണ് അവിടെ സംരക്ഷിക്കപ്പെടുന്നത്. 295A ആയാലും BNSൽ 299 ആയാലും അതിനകത്തുള്ള പൊതുവായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഡെലിബറേറ്റ് ആൻഡ് മാലീഷ്യസ് ഇൻറ്റൻറ്റ്. അതോടുകൂടി നമ്മൾ ഈ മതനിന്ദ നടത്തി എന്നുള്ളത് പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. പക്ഷേ 295A ഉണ്ടായിരുന്ന സമയത്ത് കംപ്ലൈൻറ്റ് കൊടുക്കുമ്പോൾ തന്നെ വേണമെങ്കിൽ അവർക്ക് പോലീസിന് കംപ്ലൈൻറ്റ് സ്വീകരിച്ച് FIR ഇട്ട് മുന്നോട്ട് പോകാം. പക്ഷേ BNSൽ അതല്ല സ്ഥിതി. BNSലേക്ക് മാറിയപ്പോൾ അവർക്ക് തോന്നിയാൽ മാത്രം വിട്ടാൽ മതി. അതായത് പോലീസിന് ഒരു ഇനീഷ്യൽ അന്വേഷണം നടത്തിയിട്ട് തോന്നുകയാണ് ഇത് നിലനിൽക്കുന്നുണ്ട് എന്ന് തോന്നിയാൽ മാത്രമേ FIR ഇടേണ്ട കാര്യമുള്ളൂ. അങ്ങനെ ഒരു ലെയർ ഓഫ് ഒരു അധികാരം അല്ലെങ്കിൽ ഒരു അവകാശം നമുക്ക് കിട്ടിയിരിക്കുകയാണ്.
അപ്പോൾ പോലീസിന് അവിടെ വെച്ച് വേണമെങ്കിൽ പറയാം ഈ കംപ്ലൈൻറ്റ് തരുന്ന ആൾ ഇതിൽ കേസ് നിലനിൽക്കില്ല എന്ന് പറഞ്ഞ് തള്ളാനുള്ള ഒരു അവകാശം പോലീസുകാർക്കുണ്ട്. ഇതാണ് BNS-ലേക്ക് വന്നപ്പോൾ 295A അതുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൽ പ്രശ്നം എന്താ? ആദ്യത്തെ ഇതിൽ പോലീസിന് അങ്ങനെ ചെയ്യാൻ പറ്റാത്തതിൻ്റെ പേരിൽ മുകളിൽ നിന്ന് ഒരു ഓർഡർ ഇട്ട് കഴിയുമ്പോൾ FIR ഇടൽ നിർബന്ധമായിട്ട് വരികയും അതിൻ്റെ പേരിലാണ് FIR ഇടുന്നതും പിന്നെ മജിസ്ട്രേറ്റ് കോടതിയിൽ കേസ് റൺ ചെയ്യുന്ന അവസ്ഥയിലേക്ക് ആദ്യത്തേലെത്തിയത്. പക്ഷേ ഡിങ്കബാങ്കിൻ്റെ അവസ്ഥ വന്നപ്പോൾ എന്താ, അത് ഈ പറയുന്ന BNS-ൻ്റെ വകുപ്പിലാണ് കേസ് പോയത്. അവിടെ ഇത് ചെന്നില്ല. ഈ പറയുന്ന പോലീസുകാർ കൈയൊഴിഞ്ഞു. കംപ്ലൈൻറ്റ് കൊടുത്ത നമ്മളുടെ കോയ സുഹൃത്തുക്കൾ അവർ വളരെ ഖിന്നരായിട്ടാണ് അവിടുന്ന് പിൻവലിയേണ്ടി വന്നു. അപ്പോൾ അവർ കോടതിയിൽ പോയി, ഹൈക്കോടതിയിൽ വന്നു. ഹൈക്കോടതിയിൽ വന്നിട്ട് ഇത് ഫയലിൽ സ്വീകരിക്കണം, ഇത് അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കംപ്ലൈൻറ്റ് പോയി. ആ കംപ്ലൈൻറ്റ് ഇപ്പോഴും അവിടെ നിൽക്കുകയാണ്, അത് എവിടെ എത്തിയിട്ടില്ല. അപ്പം ഇനി നിങ്ങൾ പറയൂ, ഇതിൽ സത്യത്തിൽ മതനിന്ദകൻ എന്ന് അവർ വിളിക്കുന്ന എനിക്കല്ലേ പ്രൊട്ടക്ഷൻ വന്നിട്ടുള്ളത്? ഞാൻ പൂർണ്ണ അർത്ഥത്തിൽ പറയാതെ എനിക്ക് തന്നെയാണ്, എനിക്കത് അനുകൂലമായിട്ടുള്ള ഒരു സാധനമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യല്ലേ വേണ്ടത്, അപ്രീഷിയേറ്റ് ചെയ്യണം എന്നാണ് ഞാൻ പറയാം. അപ്പോൾ അതുകൊണ്ട് ഈ സിസ്റ്റം 100% റൈറ്റ് ആണെന്നോ അല്ലെങ്കിൽ 100% ഒരു ഫോൾട്ടും ഇല്ലാത്ത സാധനമാണെന്നോ അല്ല നമ്മൾ പറയുന്നത്. പക്ഷേ ഇത് കൂടുതൽ ഫ്രീ സ്പീച്ചിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പേഴ്സണലി മതനിന്ദകൻ എന്നുള്ളൊരു നിലയ്ക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ റൈറ്റ്സ് സംരക്ഷിക്കുന്ന നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ നിലനിൽക്കുന്നു എന്ന് ബോധ്യപ്പെടാവുന്ന തരത്തിലാണ് കാര്യങ്ങൾ ഇന്നിവിടെ ഉള്ളത്. എൻ്റെ അനുഭവവും അങ്ങനെയാണ്, നിയമത്തിൻ്റെ പരിരക്ഷ എനിക്ക് ലഭിച്ചിട്ടുമുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നു അതങ്ങനെ തന്നെയാണ്. എന്നാൽ ഇതിൻ്റെ ഇടയിൽ നടക്കുന്ന മറ്റു ചില വിഷയങ്ങൾ, കംപ്ലൈൻറ്റ് പോകുന്നു, ഇതൊക്കെ ഈ പ്രോസസ്സിൻ്റെ ഭാഗമാണ്. ആ പ്രോസസ്സിൽ നമുക്ക് അന്തിമമായിട്ടുള്ള അതിൻ്റെ ആ ഒരു ഫലം ലഭിക്കാനുള്ള സ്ഥലം എന്ന് പറയുന്നത് കോടതികളാണ്. കോടതികളിൽ അത് തീർപ്പാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ വഴി. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ബംഗ്ലാദേശിൽ നടന്ന പോലെ എന്നെ പച്ചക്കിട്ട് കത്തിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ പറയാം, എന്നെ പച്ചക്കിട്ട് കത്തിക്കുകയാണോ വേണ്ടത്, അതോ കോടതികളിലൂടെ പോയിക്കൊണ്ട് ഇതിൽ പരിഹാരം കണ്ടെത്തുന്ന ആ സംവിധാനത്തെ അവർ ഉപയോഗപ്പെടുത്തുന്നതിന് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം വേണ്ടത്? നമ്മളതിനെ അപ്രീഷിയേറ്റ് ചെയ്യണമെന്നാണ് ഞാൻ പറയാം. അല്ല, ഇപ്പോൾ ജോസഫ് മാഷ് കൈ വെട്ടിയെടുക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. എന്താണ് അതിലേക്ക് കൊണ്ടെത്തി? ഇതൊരു ബംഗ്ലാദേശിൽ നടന്ന സംഗതിയുടെ വേറൊരു വശമാണ് ഈ നടന്നത്. അതിന് പകരം ഇന്ന് അവരെന്ത് ചെയ്യുന്നു? കോടതികളെ പ്രാപിക്കുന്നു എന്ന് വരുന്നത്. അത് സത്യത്തിൽ നല്ല ലക്ഷണമായിട്ടാണ് ഞാൻ കാണുന്നത്. അത് സമൂഹം ആ രീതിയിൽ കാണണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. താങ്ക് യു. ഇതിൽ ഇപ്പോൾ ഭാരതം ഒരു ബാക്കിലോട്ട് പോകുന്നുണ്ടോ പിന്നിലോട്ട് നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചത്, ഇപ്പോൾ മതനിന്ദ കേസിൻ്റെ കാര്യത്തിലാണ് ആരിഫ് ആൻസർ പറഞ്ഞത്. ഞാനത് വേറൊരു വീക്ഷണകോണിലൂടെ പറയണത്. ഇപ്പോൾ നമ്മളെ NEP ഇപ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി കൊണ്ടുവന്നപ്പം അതിനെതിരെ ഒരു വിമർശനം വന്നിരുന്നു. അത് ഇവിടുത്തെ രാഷ്ട്രീയ വിമർശനമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇവിടുത്തെ രാഷ്ട്രീയക്കാർ നടത്തിയ വിമർശനമല്ലാതെ അതിലൊരു കാവ്യവൽക്കരണം എങ്ങനെയാണ് നടക്കുന്നത് വെച്ചാൽ, നമ്മളൊരു എപ്പിസ്റ്റമോളജിയെ, അതായത് നമ്മളെ ജ്ഞാന സമ്പാദന രീതിയെ ഒരു പുറകിലോട്ട് നയിക്കുന്ന രീതിയിലുള്ള ചില സംഭവങ്ങൾ അതിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ശാസ്ത്രത്തെ ഇവർ തള്ളിക്കളയുന്നത്, ഇതൊരു യൂറോസെൻട്രിക് ആയിട്ടുള്ള ശാസ്ത്രമാണ് നമ്മളൊക്കെ പിന്തുടരുന്നതെന്നും ഈ യൂറോസെൻട്രിക് അല്ലാത്ത രീതിയിലുള്ള ഒരു ശാസ്ത്രം ഇവിടെ ഉണ്ടായിരുന്നുവെന്നും, അല്ലെങ്കിൽ നമ്മളിപ്പോൾ അറിവ് നേടാനുള്ള ഏറ്റവും മികച്ച മാർഗം എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ശാസ്ത്രത്തെയാണ്. അല്ലെങ്കിൽ നമ്മളൊരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ അറിവ് നേടാനുള്ള ഏറ്റവും മികച്ച രീതി അല്ലെങ്കിൽ മികച്ച വഴി എന്ന് പറഞ്ഞാൽ ശാസ്ത്രമാണെന്ന് നമ്മൾ പറയും. പക്ഷേ ഈ ഹിന്ദുത്വ അല്ലെങ്കിൽ ഇത്തരം മത ആളുകൾ അധികാരത്തിലിരിക്കുമ്പോൾ നമ്മൾ മൊത്തത്തിൽ നമ്മൾ സമൂഹത്തെ ഒരു പിന്നോട്ട് നയിക്കും. ഈ എപ്പിസ്റ്റമോളജീൻ്റെ കാര്യത്തിലൊക്കെ പിന്നോട്ട് നയിക്കാനുള്ള ചില പദ്ധതികൾ ഇവർ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിൽ ഒന്നാണ് ഈ NEP-യിലൂടെ കൊണ്ടുവന്നത്. അതായത് യൂറോസെൻട്രിക് ആയിട്ടുള്ള ശാസ്ത്രം കണ്ടെത്തിയ സത്യങ്ങളല്ലാതെ അതൊരു ആത്യന്തിക സത്യമല്ലാന്നും, അതല്ലാത്ത ചില സത്യങ്ങൾ ഈ പുരാതന ഭാരതത്തിൽ അല്ലെങ്കിൽ അതിൽ നമ്മൾ ആർഷ ഭാരത സംസ്കാരം എന്ന് വിളിക്കുന്ന അവിടെ ചില സത്യങ്ങളൊക്കെ നിലനിന്നിരുന്നു എന്നും, ഇപ്പോൾ നമ്മളൊരു സംവാദത്തിൽ സ്യൂഡോ സയൻസും ഒരു സയൻസാണ് എന്ന് പറഞ്ഞ പോലെ ഈ ആർഷ ഭാരത സംസ്കാരത്തിൽ നിന്നിരുന്ന അറിവുകളെ കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് എന്നും, അല്ലെങ്കിൽ സാമൂഹിക ശാസ്ത്രത്തിലായാലും അല്ലാത്ത ശാസ്ത്രത്തിലായാലും പ്യുവർ സയൻസിലായാലും അതിന് വേറൊരു മെത്തഡോളജി കൂടി ഉണ്ട് എന്നുള്ള രീതിയിൽ ഒരു ചിന്താരീതി മാറ്റിയെടുക്കുന്ന ഒരു പ്രവണത ഉണ്ട്. ഇതിനാണ് നമ്മളൊരു ഇതിൽ ഈ NEP-യിലൊക്കെ ഒരു കാവ്യവൽക്കരണം എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ആചാരങ്ങളെ, ഹിന്ദു മതത്തിൻ്റെ ആചാരങ്ങളെ അല്ലെങ്കിൽ പ്രാകൃത ആചാരങ്ങളെ വീണ്ടും മുന്നോട്ട് കൊണ്ടുവരാം. അപ്പോൾ കേരളത്തിൽ അടുത്ത മാസം കേരളത്തിൽ
കുംഭമേള നടക്കാൻ പോകുന്നുണ്ട്. എത്ര ആളുകൾ അറിഞ്ഞിട്ടുണ്ടാവും എന്ന് എനിക്കറിയില്ല. കേരളത്തിൽ കുംഭമേള നടക്കാൻ പോകുന്നുണ്ട്. ഇപ്പോൾ ഇക്കഴിഞ്ഞ കുംഭമേള തന്നെ നമുക്കറിയാം, മുമ്പില്ലാത്ത രീതിയിൽ ഈ കുംഭമേളയിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം കൂടുക. ഇപ്പോൾ വളരെ രീതിയിൽ പുരോഗമനം പറയുന്ന ആളുകളൊക്കെ ഇപ്പോൾ ഈ മറ്റേ ഹമാസിൻ്റെ ആരോ മരിച്ച സമയത്ത് ശ്രീജിത്ത് പണിക്കർ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. സ്വർഗത്തിലേക്ക് വിളിച്ചു ചോദിച്ച ഇയാളെ പേര് ഞാൻ പറഞ്ഞു, ഇയാളിപ്പോൾ എൻ്റെ ഹൂറി അവിടെ റെഡിയാണോ എന്ന് ചോദിച്ചിട്ട് ഒരു ട്രോളിൻ്റെ രീതിയിൽ ശ്രീജിത്ത് പണിക്കർ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. പക്ഷേ ഇതേ ശ്രീജിത്ത് പണിക്കരാണ് ഈ കുംഭമേളയിലെ ആ വെള്ളത്തിൽ പോയിട്ട് മുങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഈ ഇത്തരം ഈ ഇസ്ലാം അവിടെ നിൽക്കുമ്പോൾ തന്നെ ഇതുപോലെയുള്ള രീതിയിലുള്ള ഒരു പിന്നോട്ട് നടത്തം ഈ ഭരണത്തിൽ ഈ സംഘപരിവാർ ടീമൊക്കെ നിൽക്കുമ്പോൾ ഭരണത്തിൽ അങ്ങനെ ഉണ്ടാവുന്നുണ്ട്. ഇതിനൊരു ന്യൂട്രലൈസ് ചെയ്യുന്ന രീതിയിൽ ഇതൊക്കെ ഈ അറിവ് എന്ന് പറയുന്നത് യഥാർത്ഥ സയൻസ് മാത്രമല്ല, ഞങ്ങളടുത്തുണ്ടായിരുന്ന അറിവ് കൂടി അറിവാണെന്നുള്ള രീതിയിൽ, അതേപോലെ ശാസ്ത്ര കോൺഗ്രസ്സുകളൊക്കെ കോമഡിയായി തീരുന്ന ഒരവസ്ഥ ഇതൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ളൊരു പിന്നോട്ട് പോക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഹിന്ദുത്വ വിമർശനം നടത്തുമ്പോൾ ഈ രാഷ്ട്രീയ വിമർശനം മാത്രമല്ല, ഇത്തരത്തിലുള്ള ഒരു സാംസ്കാരികമായ ഒരു കാവ്യവൽക്കരണം ഇവർ നടത്തുമ്പോൾ അതിനെ കൂടി നമ്മൾ എതിർക്കേണ്ടതുണ്ടെന്നാണ് എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം. ഓക്കെ, എല്ലാവരും ഒന്നുകൂടെ ആക്റ്റീവായി ആർക്കെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കണം. ഉത്തരം പറയുന്നവർ അത് ചുരുക്കാൻ ശ്രമിക്കണം. ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്, ഇത് അവിടെ കൊടുക്കാം. ആരിഫിനോടാണ് എൻ്റെ ചോദ്യം. ഞാൻ താങ്കളുടെ യൂട്യൂബിലുള്ള പ്രോഗ്രാംസൊക്കെ കാണാറുണ്ട്, അപ്പം ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നുമില്ല, അങ്ങനെ ഭയങ്കര താത്വികമായിട്ടുള്ള ചോദ്യമൊന്നുമല്ല. താങ്കൾക്ക് എങ്ങനെയാണ് പ്രചോദനം വന്നതെന്നല്ല, എങ്ങനെയാണ് ഈ ഇങ്ങനെ ഒരു വിമർശനം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ധൈര്യം അല്ലെങ്കിൽ ഒരു ഗട്ട്സ് അല്ലെങ്കിൽ ഒരു മെൻ്റൽ ലെവൽ എങ്ങനെയാണ് താങ്കൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? എങ്ങനെയാണ് അതിനുവേണ്ടി താങ്കൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അതോ സ്വാഭാവികമായിട്ടത് അങ്ങനെയാണോ? അല്ലെങ്കിൽ എപ്പോഴാണത് റിയലൈസ് ചെയ്തത്? അങ്ങനെ എന്തെങ്കിലും കാര്യം പറയാൻ സാധിക്കുമോ? അത് സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും, ഞാനത് ഒറ്റയ്ക്കൊന്നുമല്ല തുടങ്ങിയത്. ഓക്കെ, നമ്മൾ തുടങ്ങുമ്പോൾ കുറേ ആളുകളുണ്ട്. വഴിക്ക് വെച്ചാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇതെൻ്റെ പിന്നിലുള്ള ആളുകളൊക്കെ വേറെ വഴിക്ക് പോയി, ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ എന്ന്. അപ്പോൾ പിന്നെ എൻ്റെ മുന്നിലുള്ള വഴി എന്താണ്? ഒന്നുകിൽ മുന്നോട്ട് തുടർന്ന് പോവുക, അതല്ലെങ്കിൽ അവർ പോയ പോലെ ഞാനും വഴിതിരിഞ്ഞ് പോവുക എന്നുള്ളതാണ്. നമ്മൾ വഴിതിരിഞ്ഞ് പോയില്ല, നമ്മൾ മുന്നോട്ട് പോയി എന്നുള്ളതാണ്. അതെന്തുകൊണ്ട് അങ്ങനെ പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ആ ഒരു സംഗതി, നമ്മൾ ഈ വിഷയം ചെയ്യുന്നത് വെറുതെ ഇങ്ങനെ മതവിമർശനം നടത്തി കളയാം എന്നുള്ള ഒരു എന്തെങ്കിലും രാവിലെ തോന്നിയ ഒരു തോന്നലിൻ്റെ പുറത്തല്ല. ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങൾ അത് വ്യക്തി ജീവിതത്തിൽ, സാമൂഹിക ജീവിതത്തിൽ, അതുപോലെ നമ്മളുടെ കോ എക്സിസ്റ്റൻസിനെ ബാധിക്കുന്നു, ഡെമോക്രസിയെ ബാധിക്കുന്നു, നമ്മളെ സെക്യുലറിസത്തെ ബാധിക്കുന്നു. ഇത് കണ്ടതുകൊണ്ടും അതിന് ഏറ്റവും കൂടുതൽ തുരങ്കം വെക്കുന്ന ഒരു സാധനമായിട്ട് നമ്മൾ ഈ ഒരു ഇസ്ലാം എന്ന് പറയുന്ന മതം വലിയ പ്രശ്നം ഉണ്ടാക്കുന്നു, മറ്റുള്ള മതങ്ങളെക്കാൾ കൂടുതൽ പ്രശ്നമുണ്ടാക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിതിനെ വിമർശിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നതും അത് മറ്റുള്ള ആളുകൾ എന്ത് പറയുന്നു എന്നുള്ളതും ഗൗനിക്കാതെ നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഒരു ചെറിയ ഉദാഹരണം, നമ്മൾ ഇന്നത് സംസാരിക്കുന്നത് ഡിസംബർ മാസത്തിൽ ക്രിസ്മസ് ആഘോഷം അത് വരാനിരിക്കുകയാണ്. മതങ്ങൾ ഇപ്പോൾ പല ആഘോഷങ്ങളും സംഘടിപ്പിക്കാറുണ്ട്, മതങ്ങളുടെ പല ആഘോഷങ്ങളുണ്ടാവും. പക്ഷേ അത് മതത്തിൻ്റേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് വിട്ടു നിൽക്കണമെന്നൊന്നും ഞാൻ വിശ്വസിക്കാറില്ല. കാരണം ഇതൊക്കെ ആളുകൾ കൂടിച്ചേരലിനുള്ള അവസരമായിട്ടാണ് നമ്മൾ ഓണമായാലും ക്രിസ്മസ് ആയാലും പെരുന്നാളായാലും ഒക്കെ നമ്മൾ അതിനങ്ങനെ കാണുന്നുള്ളൂ. പക്ഷേ ഇന്ന് ആഗോളതലത്തിൽ കാണുന്ന ഒരു കാഴ്ച, ഇന്നലെ വന്ന വാർത്ത എന്ന് പറയുന്നത് പാരീസിൽ ക്രിസ്മസ് ന്യൂ ഇയർ അതുമായി കണക്ട് ചെയ്തുകൊണ്ടുള്ള പല ആഘോഷങ്ങൾ റദ്ദാക്കുന്നു എന്നുള്ള ഒരു വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത്. എത്ര പേര് അതിവിടെ കേട്ടു, അതിനെക്കുറിച്ച് അറിഞ്ഞു? യെസ്. എന്താണ് അതിൻ്റെ കാരണം? ഹിന്ദു മതത്തെ പേടിച്ചിട്ടാണോ? അത് ജൂതമതത്തെ പേടിച്ചിട്ടാണോ? അത് ബുദ്ധമതത്തെ പേടിച്ചിട്ടാണോ? യുക്തിവാദികളെ പേടിച്ചിട്ടാണോ? എക്സ് മുസ്ലിങ്ങളെ പേടിച്ചിട്ടാണോ? ഏത് ആശയത്തെ, ഏത് മതത്തെ പേടിച്ചിട്ടാണ് ഈ ക്രിസ്മസ് ആഘോഷങ്ങൾ അവിടെ റദ്ദാക്കിയത്? ഇസ്ലാം മതത്തെ പേടിച്ചിട്ടാണ്. എപ്പോഴാണ് ഒരു ജിഹാദി ആക്രമണം ഇതിനകത്ത് നടക്കുക, എവിടെ പൊട്ടിത്തെറിക്കും എന്നുള്ളത് സംബന്ധിച്ചിട്ട് അവർക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. അവരുടെ മുന്നിലുള്ള ആകെക്കൂടിയുള്ള വഴി എന്ന് പറയുന്നത് പരിപാടി റദ്ദാക്കുക എന്ന നിലയിലേക്ക് എത്തുന്നു. ഇതിൽ ആരാ വിജയിച്ചത്? ഈ ജിഹാദി കൂട്ടങ്ങൾ തന്നെയാണ് വിജയിച്ചിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയയിൽ ഈ ഹാനുക്ക ആഘോഷവുമായി കണക്ട് ചെയ്തുകൊണ്ട് ജൂതന്മാരുടെ ഒരു ആഘോഷത്തിൻ്റെ ഇടയിലേക്ക് വെടി വെച്ചിട്ട്
10-15 പേരെ കൊന്നതിനെ കുറിച്ച് നമ്മൾ വാർത്ത കണ്ടു. ബോണ്ടായി ബീച്ചിലാണ് അത് നടന്നത്. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അത് അവരോടുള്ള എന്തെങ്കിലും വ്യക്തിപരമായ എന്തെങ്കിലും വിഷയത്തിൻ്റെ പേരിൽ ഹെയ്റ്റിൻ്റെ പുറത്താണോ? ഹെയ്റ്റ് ക്രൈം അല്ല അത് മതപ്രേരിതമായ റിലീജിയസ് ക്രൈം തന്നെയാണ്. ജിഹാദ് തന്നെയാണ് അവിടെ നടത്തിയിരിക്കുന്നത്. ഇതിന് കൃത്യമായ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിത് തിരിച്ചറിഞ്ഞ വ്യക്തി എന്നുള്ള രീതിയിൽ നമ്മളും കൂടി ഇത് മിണ്ടാതിരിക്കുക, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമോഫോബ് ആണ് എന്ന ഒരു ചാപ്പ കിട്ടുമെന്ന് പേടിച്ചിട്ട് നമ്മൾ മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ ഇതുകൊണ്ട് ഗുണമുള്ളത്? 2, ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഈ യൂറോപ്പിലടക്കം അവിടുത്തെ വലതുപക്ഷം എന്ന് വെച്ചാൽ അവിടുത്തെ സംഖ്യകൾ വളർന്നുകൊണ്ടിരിക്കുന്നത്, അവരവിടെ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ലക്ഷ്യം സംഖ്യകൾ വളരാതിരിക്കുക എന്നതാണോ? നമ്മളുടെ ലക്ഷ്യം ഈ നാടിനെക്കുറിച്ച് വേവലാതിപ്പെടുന്ന നാഷണലിസ്റ്റുകളായിട്ടുള്ള ആളുകളുടെ ചോര തളയ്ക്കാതെ നോക്കുക എന്നതാണോ നിങ്ങളുടെ ലക്ഷ്യം? നിങ്ങൾ ചെയ്യേണ്ട പണി എന്താണ്? ഇതിനെ തളപ്പിക്കുന്ന വിഷയങ്ങളെ, ഇതിനെ കുത്തി ഇളക്കി വിടുന്ന വിഷയങ്ങളെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ അത് ഇസ്ലാമിക് ജിഹാദ് തന്നെയാണ്. ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ ഫെയിൽ ചെയ്യുന്ന എല്ലാ സ്ഥലത്തും അതാത് നാടുകളിലുള്ള വലതുപക്ഷ കൂട്ടങ്ങൾ, അവിടുത്തെ സംഖ്യകൾ ഉണരുകയും വലതുപക്ഷ ശാക്തീകരണം നടക്കുകയും ചെയ്യുന്നു. അത് ഇന്ത്യയിലും സംഭവിക്കുന്നു. ഇന്ത്യയിലെ വലതുപക്ഷ ശാക്തീകരണത്തിനും പിന്നിൽ ഇത് തന്നെയായിരുന്നു, ഇപ്പോഴും അത് തന്നെയാണ് കാരണം. ഇത് നമ്മൾ അഡ്രസ്സ് ചെയ്യാതെ, ഇതിനെക്കുറിച്ച് പറയാതെ, സംഖ്യ വളരുന്നു എന്നുള്ളത് മാത്രം നമ്മൾ എടുത്തു പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ വലതുപക്ഷ ശാക്തീകരണം അവിടെ നടക്കുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ എക്സ്ട്രീം റൈറ്റ് വിങ്ങിനെ ടാർഗറ്റ് ചെയ്യുന്നൊരു പണിയാണ് ഈ എല്ലാ സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അത് തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇതുവരെ നടക്കാത്ത രീതിയിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ വരെ റദ്ദാക്കുന്ന അവസ്ഥയിലേക്ക് പോകുമ്പോൾ, ഇത് പറയുമ്പോൾ വിശ്വാസികൾ, ഇപ്പോൾ ഇസ്ലാം മത ജിഹാദികൾ എന്താ പറയുക? നിങ്ങൾ നിരീശ്വരവാദികളല്ലേ, എന്തിനാണ് ക്രിസ്മസ് ആഘോഷം റദ്ദാക്കി? അത് നിങ്ങൾക്ക് സന്തോഷം തരേണ്ട കാര്യമല്ലേ, നിങ്ങൾ എന്തിനാണ് അതിനുവേണ്ടി ബാധിക്കുന്നതെന്നാണ് നമ്മളോട് ചോദിക്കുക. നമ്മൾ എന്താ പറയുന്നത്, അവരെന്താ മനസ്സിലാക്കുന്നത്? ഒരു പൊതുസമൂഹത്തിൻ്റെ സ്വൈര്യമായ ജീവിതത്തിൽ അതിനെ തടസ്സപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു. ഇത് പറയുമ്പോൾ മനസ്സിലാക്കാൻ ഞാൻ അത്രേ ചോദിക്കാറുള്ളൂ. നിങ്ങൾ ഈ നാടിൻ്റെ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രി ആയാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇവിടെയുള്ള അമ്പലം മുഴുവൻ ഇടിച്ചു പൊളിക്കുമോ? ഇവിടെ ഇരിക്കുന്ന സ്വതന്ത്ര ചിന്തകനാണല്ലോ. നിങ്ങളിവിടെയുള്ള പള്ളികൾ മുഴുവൻ തച്ചുടയ്ക്കുമോ? അതാണോ നമ്മൾ ചെയ്യുക? അല്ലല്ലോ. അതായത് വിശ്വാസികൾക്കും അവരുടെ വിശ്വാസവും അനുസരിച്ച് ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന് ഉറപ്പാക്കൽ തന്നെയാണ് നമ്മളുടെ ഒരു ബാധ്യത. അത് ഇവിടുത്തെ ഭരണാധികാരിയായിട്ട് നമ്മൾ മാറി നമ്മൾ ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷേ നമ്മൾ എന്ത് ഉറപ്പാക്കും? ആ സംഗതി അവിടെ നടക്കുന്നതിനിടയിലും സർക്കാർ പണം അത് മതത്തിന് വേണ്ടി ചെലവാക്കാൻ നമ്മൾ അനുവദിക്കില്ല. നമ്മൾ സെക്യുലറിസത്തെ ഉയർത്തി വെക്കും, നമ്മൾ ജനാധിപത്യത്തെ തകർക്കാതെ നോക്കും, കോ എക്സിസ്റ്റൻസിനെ ഉറപ്പാക്കും. അതിന് മതം തടസ്സമാവുന്നുണ്ടെങ്കിൽ അതിനെതിരെ നിൽക്കും. ഇതല്ലേ നമ്മൾ ചെയ്യുക? ഇതല്ലേ എല്ലാവരും ചെയ്യേണ്ടത്? അത് ഇന്നും ബാധകമാണ്. അത് വിശ്വാസിയാണെങ്കിൽ പോലും ബാധകമാണ് എന്ന് പറയലാണ് നമ്മളെ പണി. ഇത് ഇവിടെ നടക്കുന്നില്ല. ഇവിടെ കാണുന്നത് മതപ്രീണനമാണ്. ചില മതങ്ങളെ പേടിച്ചിട്ട് ചില കാര്യങ്ങൾ പറയാതിരിക്കലാണ്. അതിൻ്റെ പേരിലുണ്ടാവുന്ന റിപ്പർക്കഷൻസിനെ മാത്രം നമ്മൾ അതിനെ വലിയ തോതിൽ ഇങ്ങനെ പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് അതിൻ്റെ പിന്നിലുള്ള വിമർശനങ്ങളുടെ പിന്നാലെ കൊടിയും വാളുമായിട്ട് നടക്കുന്നു. ഇതാണ് നമ്മൾ കാണുന്നത്. ഇതുകൊണ്ട് ഒരു ഗുണം ഉണ്ടാവാൻ പോകുന്നില്ല, നമുക്കൊരിക്കൽ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. സത്യത്തിൽ നമുക്ക് ഭയമൊക്കെ ഉണ്ട്, ഇല്ലാന്നൊന്നുമല്ല പറയുന്നത്. നമ്മളുടെ ഇവിടുത്തെ സംവിധാനങ്ങൾ നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. പോലീസുകാരായിട്ടും ഇവിടുത്തെ സെക്യൂരിറ്റി ഏജൻസീസും ഇവരായിട്ടൊക്കെ നിരന്തരം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അങ്ങനെ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇത് കണ്ണടച്ച് ഇരുട്ടാക്കി ഇത് ഒരു കുഴപ്പമില്ല, ഇതൊരു സേഫ് ബബിളാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ നമുക്കില്ല. ഇനി മറ്റൊരു കാര്യം കൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഡീറാഡിക്കലൈസേഷൻ പ്രോഗ്രാമിൽ അതിൽ പോലും നമുക്ക് ഭാഗമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു. അതിലും ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്നത് പ്രധാനമായിട്ട് 2 ആശയങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒന്ന് ഇസ്ലാം, 2 മാവോയിസം. ഏറ്റവും കൂടുതൽ ഈ ഗവൺമെൻറ്റുകൾ, ഈ സർക്കാരുകൾ, ഇന്ത്യ ആയാലും കേരളമായാലും ചെലവഴിക്കുന്നത് ഈ 2 സാധനത്തിന് വേണ്ടിയിട്ട്. അത് ഹിന്ദു ടെററിന് വേണ്ടിയിട്ടല്ല, അത് ക്രിസ്ത്യൻ ടെററിന് വേണ്ടിയിട്ടല്ല, അത് ജൂത ടെററോ അല്ലെങ്കിൽ എക്സ് മുസ്ലിം ടെററോ ഒന്നുമല്ല. അത് ഇസ്ലാമിക് ടെററും മാവോയിസം തന്നെയാണ്. അതിൽ ഒന്നാമത്തത് ഈ പറയുന്ന ഇസ്ലാം തന്നെയാണ്. അപ്പോൾ നമ്മൾ ചോദിക്കുക, യഥാർത്ഥ പ്രശ്നത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്യാതെ, ഇതെല്ലാം അറിയുന്ന ആളുകളാണ് നമ്മുടെ ഇവിടുത്തെ ഇടതുപക്ഷം, ഇത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. പക്ഷെ അവർ പോലും ഇത് പുറത്ത് പറയുന്നില്ല എന്ന് വരുന്നിടത്താണ് നമ്മളിത് പറയുന്നത് ആവശ്യമായിട്ട് വരുന്നത്. അവർക്കത് പറയാവുന്നതേ ഉള്ളൂ. എന്തേ അവർ പറയാത്തത്? പറഞ്ഞാൽ വോട്ട് പോകും. അതാണ് പ്രശ്നം. ഇസ്ലാമിക് ടെറർ ഒരു വലിയ പ്രശ്നമാണ് എന്ന് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിക്കുക. ഇത് ചെറിയ തോതിലെങ്കിലും പറയുന്നതിൻ്റെ പേരിൽ പറയുന്നത് തെറ്റിപ്പോകുന്നു, അല്ലെങ്കിൽ ആ ലെവലിൽ പറയാത്തതിൻ്റെ പേരിലാണ് ചില വെള്ളാപ്പള്ളി നടേശന്മാർ പോലും ഇവിടെ ഉയർന്നു വരേണ്ടി വരുന്നത്. കാരണം കൈവിട്ട് പോവാണ്. അതുകൊണ്ടുള്ള ദോഷം എന്താണ്? സമാധാനമായിട്ട് ജീവിക്കണം എന്ന് വിചാരിക്കുന്ന മുസ്ലിമിന് പോലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നു. അപ്പോൾ
അഡ്രസ്സ് ചെയ്യേണ്ട ആളുകൾ അഡ്രസ്സ് ചെയ്യേണ്ട വിഷയങ്ങളെ യഥാർത്ഥത്തിൽ അഡ്രസ്സ് ചെയ്യേണ്ട പോലെ അഡ്രസ്സ് ചെയ്താൽ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ കഴിയും. പക്ഷേ ഇവിടെ അത് നടക്കുന്നില്ല. അതിനുള്ള തടസ്സങ്ങൾ ഇവിടെ ഉണ്ട്. അത് ലഘൂകരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. അതിൻ്റെ റിസ്ക് ഉണ്ട്. അത് ഉൾക്കൊണ്ട് തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത്. ഒരു ചോദ്യം ഇല്ലാതെ തന്നെ ഒരു ഉത്തരം പറയാൻ പോവുകയാണ് ഞാൻ. അതായത് ഈ പറഞ്ഞ മതവിമർശനത്തിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ പീഡകൾ അനുഭവിച്ച ആൾ ഞാൻ തന്നെ ആയിരിക്കും. ഞാൻ മതവിമർശനം നടത്തിയതല്ല, അങ്ങനെ മതവിമർശനം നടത്തിയെന്ന് വ്യാഖ്യാനിക്കപ്പെട്ടതാണ്. ഒരു മനസ്സറിവും അക്കാര്യത്തിൽ എനിക്കുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ഒരു കൃത്യത്തിൻ്റെ പേരിൽ 153A 295A 505(2) അത്ര 3 വകുപ്പാണ് ഈ മതനിന്ദാ കുറ്റത്തിന് നമ്മുടെ പഴയ പീനൽ കോഡിലുള്ളത്. ആ വകുപ്പുകളെല്ലാം എടുത്ത് ഒരു പരാതി പോലുമില്ലാതെ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശം അനുസരിച്ച് പോലീസ് കേസെടുത്ത് എന്നെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത് ഒരാഴ്ച ജയിലിലിട്ടു. ഒരാഴ്ച ഞാൻ ജയിലിൽ കിടന്നതാണ്. അതേ കുറ്റത്തിൻ്റെ ആ കുറ്റാരോപണം ഞാൻ ചെയ്ത കുറ്റമല്ല, അതേ കൃത്യത്തിൻ്റെ പേരിൽ ഒരു പറ്റം മണ്ടന്മാർ എൻ്റെ കൈയും കാലും വെട്ടി എന്നെ ഒരു പരുവത്തിലാക്കി. അതേ കുറ്റത്തിൻ്റെ പേരിൽ ഞാൻ ഉൾപ്പെട്ടിരുന്ന സമുദായം കത്തോലിക്ക സഭ എൻ്റെ ഉപജീവന മാർഗമായ, എൻ്റെ കുടുംബത്തിൻ്റെ ഒരേ ഒരു ഉപജീവന മാർഗമായ എൻ്റെ അധ്യാപക വൃത്തിയിൽ നിന്ന് എന്നെ പിരിച്ചുവിട്ടു. അപ്പോൾ ചെയ്യാത്തൊരു കുറ്റത്തിൻ്റെ പേരിൽ 3 കൂട്ടരുടെ പക്കൽ നിന്നും ശിക്ഷ ഏറ്റുവാങ്ങിയ ആളാണ് ഞാൻ. അപ്പോൾ ഇതൊക്കെ കിട്ടിയിട്ട് ഒന്നും ചെയ്യാതിരിക്കുന്നത് ശരിയല്ലല്ലോ. ഒരു കടം കിടക്കുവാണ് എനിക്ക്. അതിന് ശേഷമാണ് ആദ്യം അതിൻ്റെ പ്രതിഫലം വാങ്ങിച്ചു, പിന്നെ 3 കൂട്ടരിൽ നിന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ മതവിമർശനം ഞാൻ നടത്തുന്നത്. അന്ന് അവർ തന്ന ആ സമ്മാനങ്ങൾക്കുള്ള പ്രതിഫലം എന്ന നിലയിൽ, ഒരു കടം വീട്ടിലെന്ന നിലയിലാണ് ഇപ്പോൾ ഈ സ്വതന്ത്ര ചിന്താലോകത്ത് ഞാൻ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. താങ്ക് യു മാഷെ. എനിക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ ചോദിക്കേണ്ട മാഷോട്, അതും കൂടെ ആഡ് ചെയ്ത് മറുപടി പറഞ്ഞാൽ നന്നായി. എനിക്ക് ഇതിൽ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുള്ളത്, എനിക്ക് തോന്നുന്ന മറ്റൊരു കാര്യം, നമ്മൾക്ക് മതവിമർശനം നടത്തുമ്പോൾ മതവിശ്വാസികളെക്കാൾ കൂടുതൽ വ്രണപ്പെടുന്നത് ഒരുപക്ഷെ രാഷ്ട്രീയക്കാർക്കും അതുപോലെ സൈബർ സെല്ലിനുമാണ്. കാരണം ഇപ്പം പോറ്റിയ കയറ്റിയ പാട്ടായാലും മറ്റ് ഈ അടുത്ത കാലത്തെ സംഭവങ്ങളൊക്കെ നോക്കിയാൽ നമ്മൾ ശരിക്കും പേടിക്കേണ്ടത് വിശ്വാസികളെക്കാൾ ഉപരി നമ്മളെ ഒരുപക്ഷെ പുരോഗമനമൊക്കെ പേരിൽ ഒളിപ്പിച്ച രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് നമ്മൾ ഒറ്റുകൊടുക്കുമോ എന്ന ഒരു പേടിയിലേക്ക് നമ്മളെ സംരക്ഷിക്കേണ്ട, നമുക്ക് നമ്മുടേതായ ഭരണഘടന അനുവദിക്കുന്ന നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം സംരക്ഷിക്കേണ്ട രാഷ്ട്രീയ പാർട്ടികൾ തന്നെ നമുക്ക് നമ്മുടെ അന്തകന്മാരാകുന്നു എന്നതാണ് ഏറ്റവും വലിയ ഒരു സത്യമായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ അതേപോലെ തന്നെ സദാ ജാഗരൂകരായിരിക്കുന്നു എന്ന് പറയുന്ന സൈബർ സെല്ലിൻ്റെ നിരീക്ഷണവും എന്താണ് കാര്യമെന്നറിയാതെ ഇതിലെന്താണ്. എനിക്ക് തൃശ്ശൂർ ഒരു കേസ് വന്ന സമയത്ത് എൻ്റെ കുറേ പോസ്റ്റുകൾ അവരെടുത്തിട്ട സമയത്ത് ഞാൻ പറഞ്ഞു, ഇതൊക്കെ എനിക്ക് കോടതിയിൽ പുല്ല് പോലെ തെളിക്കാൻ പറ്റുന്ന സംഭവങ്ങളാണ്, ഇതൊക്കെ ഈ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ ഉള്ളതാണ്, പക്ഷേ അവർക്കറിയില്ല അതുണ്ടോ ഇല്ലേ എന്ന്. അതിനിടയ്ക്ക് അവർ കേസ് രജിസ്റ്റർ ചെയ്യുക. അതേപോലെ തന്നെ എനിക്ക് 3 കേസുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിൽ ഫസ്റ്റ് കേസാണ് എന്നെ വല്ലാതെ വേട്ടയാടിയത്. അതിൻ്റെ പോലീസ് വീട്ടിൽ വന്നു കഴിഞ്ഞ് എന്നെ വീട് സെർച്ച് ചെയ്തു, അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവരെന്നെ പറഞ്ഞു, അതൊന്നും FIR ഇല്ല. കുറേ തവണ എന്നെ വിളിച്ചതിന് ശേഷം FIR ഇട്ടത്. ഇവർക്ക് നന്നായിട്ട് പോലീസിൻ്റെ പ്രഷർ മതവിശ്വാസികളുടെ പ്രഷറുണ്ട് എന്ന് അവർ തന്നെ പറയാതെ തന്നെ എനിക്ക് മനസ്സിലായി. അപ്പം ഇതിൽ ഇവർ 10ഓളം FB പോസ്റ്റുകളും കുറച്ച് പ്രസംഗ ശകലങ്ങളൊക്കെ ആയിരുന്നു ഇട്ടത്. അതിൽ ഉദാഹരണത്തിന് ഞാനൊരു 1-2 പോസ്റ്റ് പറയാം. 1-2 ഞാൻ അന്ന് സറ്റാർ രീതിയിൽ കുറച്ച് പോസ്റ്റ് ചെയ്തിരുന്നു. ഉദാഹരണത്തിന്, സ്വന്തം ബീജത്തിൽ പിറന്ന സ്വന്തം മകളെയും സ്വന്തം പിതാവിന് വിവാഹം കഴിക്കാമെന്ന് പഠിപ്പിച്ച മുത്തുനബി ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പരിഷ്കർത്താവാണ്. ഇത് കാണുന്ന കേൾക്കുന്ന വിശ്വാസിക്ക് ഇത് വലിയൊരു അസംബന്ധമായിട്ട് തോന്നുന്നു. അതായത് സ്വന്തം മകളെയും വിവാഹം കഴിക്കാമെന്ന് നബി പറഞ്ഞോ, അല്ലെങ്കിൽ ഇസ്ലാമിൽ അങ്ങനെ ഉണ്ടോ എന്ന്. അപ്പം നമ്മളെ മേൽ കുതിര കയറാൻ വരും. പക്ഷേ ഇസ്ലാമിക കർമ്മശാസ്ത്ര ഗ്രന്ഥമായ ഫത്തുൽ മുയിൻ വായിച്ചാൽ നമുക്കറിയാം, അതിൽ വിവാഹം നിഷിദ്ധമായെന്ന അധ്യായത്തിൽ പറയുന്നുണ്ട്. വിവാഹം നിഷിദ്ധമായ കൂട്ടത്തിൽ എന്തൊഴികെ എന്നാണ് പറയുന്നത്, നിങ്ങൾ കല്യാണം കഴിക്കാതെ ഉണ്ടാവുന്ന കുട്ടികൾ ഒഴികെ. അതായത് നമ്മൾ കല്യാണം കഴിക്കാതെ നമുക്ക് മറ്റൊരു ബന്ധത്തിലൂടെ കുട്ടി ഉണ്ടായാൽ ആ കുട്ടിയെയും ഇസ്ലാമിൽ വിവാഹം കഴിക്കൽ അനുവദനീയമാണ് എന്നാണ് ഞാൻ അവിടെ പറഞ്ഞത്. അതേപോലെ തന്നെ മറ്റൊരു പോസ്റ്റായിരുന്നു, 10 തവണ അന്യപുരുഷന് മുല കൊടുത്താൽ അയാളെ സ്വന്തം സഹോദരനായി പരിഗണിക്കാമെന്ന് പഠിപ്പിച്ച മുത്തുനബിയാണ് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന്.
അപ്പം ഇത് വായിക്കുന്നവനും ഇസ്ലാമിനെ പറ്റി അറിയാത്തവന് വലിയ വിഷയം തോന്നും. പക്ഷേ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ വായിച്ചാൽ അറിയാം അത് ഹദീസിലുള്ളതായിരുന്നു, ഖുർആനിൽ വരേണ്ട ആയത്തായിരുന്നു. പക്ഷേ അത് ആട് നിന്ന് പോയ കഥ ഉണ്ട്, അങ്ങോട്ട് ഞാൻ കിടക്കുന്നില്ല. ഇതും നബി പറഞ്ഞതാണ്. മറ്റൊരു പോസ്റ്റ് ആയിരുന്നു, സ്വയംഭോഗം ഹറാമും അടിമഭോഗം ഹലാലമാക്കിയ നബി മാനവരിൽ ഏറ്റവും മഹോന്നതനാണ് എന്ന്. ഇസ്ലാം വായിച്ചാൽ നമുക്കറിയാം, ഒരുപക്ഷെ മറ്റാർക്കും ശല്യമല്ലാത്ത രീതിയിൽ ശരീരത്തിൽ സ്ഥാപിക്കുന്നതും, മറിച്ച് അന്യഗോത്രങ്ങളെ ആക്രമിച്ച് അവിടുത്തെ പെണ്ണുങ്ങളെയും പെൺകുട്ടികളെയും ഒക്കെ കൊള്ള ചെയ്ത് കൂട്ടിക്കൊണ്ടുവന്ന് ബലാത്സംഗം ചെയ്യുന്നത് ഹലാലുമാക്കിയത് നമുക്ക് ഇസ്ലാമിൻ്റെ ചരിത്രം വായിച്ചാൽ അറിയാം. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നതാണ്, എന്താണ് യാഥാർത്ഥ്യം എന്നറിയാതെ ഒരു ഭാഗത്ത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി 4 വോട്ടിന് വേണ്ടിയിട്ട് തത്വങ്ങളൊക്കെ മറന്ന്, ഇതിൻ്റെ പിന്നാലെ പോയതിൻ്റെ റിസൾട്ടൊക്കെ ഇപ്പോൾ നമ്മൾ പൊതുവെ കണ്ടു, തത്വങ്ങളൊക്കെ മറന്ന് നമ്മളെ വേട്ടയാടുന്ന ഒരു ഭാഗവും, മറുഭാഗത്ത് നിയമം കാക്കേണ്ട നിയമപാലകർ സദാ ജാഗരൂകരാണെന്ന് പറയുന്ന സൈബർ പോലീസൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലിൽ കത്തിവെക്കുന്നു എന്ന ഒരു തോന്നൽ നമുക്ക് പ്രബലമാവേണ്ടതുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരു ചോദ്യം കൂടെ, ഒരു 5 മിനിറ്റ് കൊണ്ട് നമ്മളിത് അവസാനിപ്പിക്കും. പ്രിയപ്പെട്ട നിങ്ങളോട് 4 പേരോടും വളരെയധികം സ്നേഹാഭിമാനങ്ങൾ ഉള്ള ആളാണ് ഞാൻ. കാരണം ഒരു മതത്തിനെതിരെ ചിന്തിക്കുമ്പോൾ അത് നിങ്ങളുടെ കൊലപാതകത്തിൽ വരെ എത്താവുന്ന വിഷയമാണ്. അതിനെയൊക്കെ അതിജീവിച്ച് നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ ആശംസകളും നേരുന്നു. ഒപ്പം ഞാൻ വണ്ടൂരുകാരനാണ്, അതായത് മലപ്പുറം ജില്ലയിൽ നിന്ന് വന്നയാളാണ്. അപ്പോൾ അവിടെയൊക്കെ ഈ നമ്മുടെ തോമസ് മാഷിൻ്റെ കൈ വെട്ടിയ ആ സമയത്ത് മുതൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു വിചാരം, തോമസ് മാഷ് പ്രവാചകനായ മുഹമ്മദ് നബിയെ ആക്ഷേപിച്ചു സംസാരിച്ചു, അദ്ദേഹത്തിനെതിരെ വേണ്ടാത്ത ചോദ്യങ്ങൾ ചോദിച്ചു എന്നൊക്കെയാണ്. ഇതുവരെ എനിക്കതിന് കാര്യമായ ഒരു മറുപടി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ആ മൈന്യൂട്ട് കാര്യങ്ങളിലേക്കൊന്ന് കടക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതായത് 2010 ഞാൻ തൊടുപുഴ ന്യൂമാൻ കോളേജിൽ അധ്യാപകനായിരുന്നു. ഞാൻ ബികോം ക്ലാസ്സിൽ, ഫസ്റ്റ് ഇയർ ബികോം ക്ലാസ്സിൽ മലയാളം പഠിപ്പിക്കുന്ന അധ്യാപകനായിരുന്നു. അല്ല, വേറെ ക്ലാസ്സിലും പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. ഈ ക്ലാസ്സിൽ സെക്കൻഡ് സെമസ്റ്റർ പരീക്ഷയ്ക്ക്, അതായത് ക്ലാസ് പരീക്ഷയ്ക്ക് ഇപ്പോൾ മാർക്കൊക്കെ ഉണ്ട്. യൂണിവേഴ്സിറ്റി തലത്തിൽ ഒരു 100-ൽ 4 മാർക്കോളം ഒരു ടെസ്റ്റ് പേപ്പറിൻ്റെ മാർക്കായിട്ട് വരും. അങ്ങനെ ഒരു ക്ലാസ് ടെസ്റ്റ് നടത്തിയപ്പോൾ അവർക്ക് പഠിക്കാനുള്ള വളരെ ചെറിയ ഒരു മലയാളം സിലബസേ ഉണ്ടായിരുന്നുള്ളൂ. അതിലിങ്ങനെ ഭാഷാശുദ്ധിയൊക്കെ വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പുസ്തകം. അപ്പം അങ്ങനെയുള്ളൊരു പുസ്തകത്തിൽ നിന്ന് ഉചിതമായ ചിഹ്നങ്ങൾ എവിടെയൊക്കെയാണ് ചേർത്ത് എഴുതേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന ഒരു അധ്യായമുണ്ട്. അപ്പോൾ ആ അധ്യായം പഠിപ്പിച്ചിട്ട് അതിൽ നിന്ന് ഉചിതമായ ചിഹ്നങ്ങൾ ചേർത്ത് എഴുതുക എന്നുള്ള ഒരു ചോദ്യം ഇട്ടു. ഈ പുസ്തകത്തിൽ പിന്നെ ഓരോ പൂർണ്ണവിരാമ ചിഹ്നം അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് അതുപോലെയുള്ള ചിഹ്നങ്ങൾ എവിടെയാണ് ഇടേണ്ടത്, ഹൈഫൻ ഇടേണ്ടത് എവിടെയാണ്, ഉദ്ധരണി ചിഹ്നങ്ങൾ എവിടെ ഇടണം, അങ്ങനെയൊക്കെയാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ ചോദ്യം ഇടുമ്പോൾ എല്ലാ ചിഹ്നങ്ങളും, പരമാവധി ചിഹ്നങ്ങൾ വരത്തക്ക രീതിയിലൊരു പാസേജ് കൊടുത്തിട്ട് അവിടെ ചിഹ്നങ്ങൾ ചേർത്ത് എഴുതാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചത്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഇങ്ങനെ ഉചിതമായ ചിഹ്നങ്ങൾ ചേർത്ത് എഴുതുക എന്നുള്ള ചോദ്യം എഴുതിയിട്ട് അതിനൊരു പാസേജ്, ഒരു ഭാഷാ ശകലം കൊടുക്കണം. അപ്പോൾ അതിനാലോചിച്ചപ്പം എൻ്റെ മനസ്സിലിങ്ങനെ വളരെ കാലമായിട്ട് ഇങ്ങനെ ഞാൻ പല വേദികളിലും ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ള ഒരു തമാശ, പി.ടി. കുഞ്ഞു മുഹമ്മദിൻ്റെ ഒരു ലേഖനത്തിൽ നിന്നുള്ള ഒരു ഭാഗം ഓർമ്മ വന്നു. പി.ടി. കുഞ്ഞു മുഹമ്മദ്, അതായത് ഈ പുസ്തകത്തിൻ്റെ പേര് തിരക്കഥയുടെ രീതിശാസ്ത്രം എന്നാണ്. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച പുസ്തകം MG യൂണിവേഴ്സിറ്റി ഫസ്റ്റ് MA-ക്കും BA-ക്കും റെഫറൻസ് ഗ്രന്ഥമാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ പുസ്തകത്തിലെ പി.ടി. കുഞ്ഞു മുഹമ്മദിൻ്റെ ലേഖനത്തിലെ ഒരു ഭാഗം, അതായത് താൻ എഴുതി സംവിധാനം ചെയ്ത ഗർഷോം എന്ന സിനിമയിലെ റിയലിസ്റ്റിക് സിനിമയാണ്. ആ സിനിമയിലെ മുരളി അഭിനയിക്കുന്ന ഒരു കഥാപാത്രം ദൈവത്തോടും ഗാന്ധിജിയോടുമൊക്കെ സംസാരിക്കുന്ന ഒരു രംഗമുണ്ട്. അത് അദ്ദേഹത്തിന് അങ്ങനെയുള്ള ഒരു രംഗം ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് ആശയം കിട്ടിയത് അദ്ദേഹം വിവരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ളൊരു ഭ്രാന്തൻ ഇങ്ങനെ ദൈവത്തോട് സംസാരിക്കും അത്രേ. അപ്പോൾ ആ സംഭാഷണമാണ് ഇവിടെ കോട്ട് ചെയ്തത്. സംഭാഷണം ഇതാണ്: ഭ്രാന്തൻ ഇങ്ങനെ ദൈവത്തെ വിളിക്കുകയാണ്, പടച്ചോനെ. അപ്പം ദൈവം, എന്താടാ നായിൻ്റെ മോനെ. അപ്പോൾ ഇയാൾ ചോദിക്കുകയാണ്, ഭ്രാന്തൻ ചോദിക്കുകയാണ്, ഒരു അയല അത് മുറിച്ചാൽ എത്ര കഷണമാണ്? അപ്പോൾ ദൈവം മറുപടി പറയുകയാണ്,
3 കഷണമാണെന്ന് ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് നായേ. അപ്പോൾ അത് കേട്ടിട്ടാണത്ര ഈ സിനിമയിൽ ഈ കഥാപാത്രം ദൈവവുമായിട്ട് സംസാരിക്കുന്ന ഒരു സീക്വൻസ് എഴുതി ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് പ്രചോദനമായിട്ട് മാറിയത്. അതൊക്കെ ഇങ്ങനെ പഠിപ്പിക്കുകയും ഞാൻ സിനിമയും നാടകമൊക്കെ MA ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാലത്ത് ഇതൊക്കെ അവരോട് ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഈ ഭ്രാന്തനും ഈ ദൈവവും തമ്മിലുള്ള ഈ സംഭാഷണ ശകലം ഈ ആധുനിക സാഹിത്യത്തിലെ ബ്ലാക്ക് ഹ്യൂമറിൻ്റെ ഒരു ഉത്തമ ദൃഷ്ടാന്തമായിട്ട് എനിക്ക് തോന്നി. അതായത് ഹ്യൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹാസ്യം എന്ന് പറഞ്ഞാൽ അത് അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുന്നതാണ്. നമ്മളൊന്ന് പ്രതീക്ഷിക്കുന്നു, വേറെ ഒന്ന് സംഭവിക്കുന്നു. അപ്പോൾ നമ്മൾ വളരെ വലിപ്പമുള്ള, നല്ല നെഞ്ചളവുള്ള, നല്ല കട്ടിമീശയുള്ള, 6-6 അടി പൊക്കമുള്ള ഒരാൾ കണ്ടാൽ നല്ല പൗരുഷം തോന്നുന്ന ഒരാൾ സംസാരിക്കുമ്പോൾ സ്ത്രീശബ്ദമായാൽ നമുക്ക് ചിരി വരും. അപ്പോൾ നമ്മൾ അങ്ങനെയല്ല പ്രതീക്ഷിക്കുന്നത്. നല്ല പാറയിൽ വരയ്ക്കുന്ന പോലെയുള്ള ശബ്ദത്തിലൊക്കെ ആയിരിക്കും അയാൾ സംസാരിക്കുന്നതെന്നാണ്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒന്ന്, സംഭവിക്കുന്നത് മറ്റൊന്ന് എന്നുള്ളത് ഒരു ഹാസ്യത്തിൻ്റെ അടിസ്ഥാന തത്വമാണ്. അപ്പോൾ ദൈവത്തെ വിളിക്കുന്ന ഒരാളോട് പടച്ചോനെ പടച്ചോനെ എന്ന് വിളിക്കുമ്പോൾ ദൈവം നമ്മുടെ ഒരു സംസ്കാരം അനുസരിച്ച്, നമ്മുടെ ഒരു മതവിശ്വാസം അനുസരിച്ച് ദൈവം വളരെ എന്താ മോനെ, അല്ലെങ്കിൽ എന്താ വത്സ, അങ്ങനെയൊക്കെയല്ലേ ചോദിക്കുകയുള്ളൂ. പക്ഷേ ഇത് എന്താടാ നായിൻ്റെ മോനെ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ തന്നെ അവൻ്റെ അകത്തൊരു ഹാസ്യമുണ്ട്. പിന്നെ ദൈവത്തെ ഇങ്ങനെ വിളിച്ച് ചോദിക്കുന്ന ചോദ്യം ഏതോ ഭയങ്കര ഭയങ്കര ഫിലോസഫിക്കൽ ചോദ്യം വല്ലതായിരിക്കും എന്നായിരിക്കും നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ ചോദിക്കുന്നത് എന്താണ്? ഒരയല മുറിച്ചാൽ എത്ര കഷ്ണമാണ്? ഒരു മുഴുത്ത അയല കറി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ കേരളത്തിൽ മുറിച്ചാൽ എത്ര കഷ്ണമാണ്? ഈ ചോദ്യം ഇന്നലെ ഇന്നും ചോദിക്കാൻ തുടങ്ങുന്നതല്ല. ദൈവത്തിൻ്റെ ഉത്തരത്തിൽ നിന്ന് എന്താ മനസ്സിലാവും? 3 കഷണമാണെന്ന് ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട്? ഒന്നല്ല 150 പ്രാവശ്യം ഞാൻ പറഞ്ഞു കൊടുത്തത്. എന്നിട്ട് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പടച്ചോനെ വിളിച്ചിട്ട് ഈ ചോദ്യമാണ് ചോദിക്കുന്നത്. ദൈവത്തിന് അരിശം വരാതിരിക്കുമോ? ദൈവം നായ എന്നല്ല വിളിക്കുന്നത്. അതിന് കൂടുതൽ വിളിക്കേണ്ടതാണ്, പക്ഷേ അത്ര വിളിച്ചുള്ളൂ. അപ്പോൾ ഇത് ഈ ആധുനിക സാഹിത്യത്തിൽ ഈ ഹാസ്യം ഉപയോഗിക്കുന്നത് നമ്മളെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, നമ്മളെ പിന്നെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഹാസ്യം ഉപയോഗിക്കുന്നത് ആളുകളെ ചിരിപ്പിക്കുക മാത്രമല്ല, ഈ ആധുനിക സാഹിത്യം എന്ന് പറഞ്ഞാൽ തന്നെ ഈ പറയുന്ന ഈശ്വരൻ ഇല്ലാതെ പോയ മനുഷ്യൻ, ഒന്നും പ്രതീക്ഷിക്കാനില്ലാത്ത മനുഷ്യൻ്റെ നിസ്സഹായാവസ്ഥ ആവശ്യപ്പെടുന്ന ഒരു ഫിലോസഫിയാണ് അതിനുള്ളത്. ഇപ്പം വെയിറ്റിംഗ് ഫോർ ഗോദോ എന്ന് പറയുന്ന ഒരു നാടകമുണ്ട്. അതിന് നോബൽ സമ്മാനം കിട്ടുന്നതാണ്. തങ്ങളുടെ പ്രശ്നമെല്ലാം പരിഹരിക്കപ്പെടും, അതിനൊരു ഈശ്വരൻ വരും, രക്ഷകൻ വരുമെന്ന് കാത്തിരിക്കുന്ന രണ്ട് കഥാപാത്രങ്ങളാണ് ആ നാടകത്തിലുള്ളത്. എന്നാൽ ഈ പറയുന്ന ആളുകൾക്കറിയാം ഈശ്വരൻ വരില്ല, തങ്ങളുടെ രക്ഷകനായിട്ട് വരില്ല. എങ്കിൽ പോലും കാത്തിരിക്കാൻ വിധിക്കപ്പെട്ട മനുഷ്യരുടെ നിസ്സഹായാവസ്ഥ വെളിപ്പെടുത്തുന്ന ഒരു ഫിലോസഫി ഉള്ളതുകൊണ്ടാണ് വെയിറ്റിംഗ് ഫോർ ഗോദോ എന്ന സാമുവൽ ബക്കറ്റിൻ്റെ നാടകത്തിന് നോബൽ സമ്മാനം കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഹാസ്യം പഠിപ്പിച്ചുകൊണ്ടൊക്കെ ഞാനാണ്. ഇത് എനിക്ക് മനഃപ്പാടമാണ്. ഈ ചോദ്യം ഞാനങ്ങനെ ഇട്ടുകൊടുത്തു, ഈ സംഭാഷണ ശകലം. ഇപ്പം ഭ്രാന്തൻ ദൈവത്തെ വിളിക്കുന്നു, ദൈവത്തിന് മറുപടി. ഇത് 4 ഡയലോഗേ ഉള്ളൂ. അതിനകത്ത് ധാരാളം ചിഹ്നങ്ങൾ ചേർക്കാം, പല ചിഹ്നങ്ങളും ചേർക്കാം. അത് എഴുതി കഴിഞ്ഞപ്പോൾ ഈ ഭ്രാന്തൻ എന്ന് പറയുന്ന ആൾക്കൊരു പേര് കൊടുത്താലോ അതിലെ കുറച്ചുകൂടെ ഉചിതമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ PT കുഞ്ഞുമുഹമ്മദിൻ്റെതാണല്ലോ ലേഖനം, അതിൻ്റെ പുള്ളിയുടെ പേര് ചുരുക്കി കുഞ്ഞുമുഹമ്മദ് ആദ്യം എഴുതി. ഭ്രാന്തൻ്റെ പേര് കൊടുത്ത് കുഞ്ഞുമുഹമ്മദ് എന്ന് എഴുതി. പിന്നെ കുഞ്ഞുമുഹമ്മദ് എന്നുള്ളത് വേണ്ട, കുറച്ചുകൂടെ ഒതുങ്ങിയിരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് മുഹമ്മദ് എന്ന് എഴുതി. അപ്പോൾ അതങ്ങനെ കുട്ടികൾ പരീക്ഷയൊക്കെ എഴുതി പോയതാണ്. അപ്പോൾ അതിലാണ് ദൈവത്തെ ഇങ്ങനെ വിളിച്ച് ഈ പറയുന്ന മുഹമ്മദ് നബി അല്ലെങ്കിൽ മുഹമ്മദ് പ്രവാചകനും ദൈവവുമായിട്ടുള്ള സംഭാഷണമാണിത്. അവർക്കെപ്പോഴും സംശയമാണ് അത്. പിന്നെ ഇല്ലാത്ത സംശയം അവർ ഉണ്ടാക്കുകയാണ്. ഇതെല്ലാം നമ്മളാണോ എന്ന് തല തപ്പുന്ന പോലെ ഇവർക്ക് ഇങ്ങനെ ഒരു സംശയം, ഇവരെ വിമർശിക്കപ്പെടേണ്ടതാണ് എന്നുള്ളതുകൊണ്ടാവാം, അല്ലെങ്കിൽ അവർക്ക് അതിലൊരു വിശ്വാസമില്ലാത്തതുകൊണ്ടാവാം, അല്ലെങ്കിൽ ഒരു അപകർഷതാബോധം ഉള്ളതുകൊണ്ടാവാം. ഇത് ഞങ്ങളുടെ പ്രവാചകനെ നിന്ദിക്കാൻ വേണ്ടി മനഃപൂർവ്വം എഴുതുകയാണെന്നും പറഞ്ഞിട്ടാണ് ഇവർ കലാപം ഉണ്ടാക്കുന്നത്. അത് മനസ്സിലായോ? അത് കേട്ടിട്ട് നിയമസഭയിൽ ചോദ്യം ഉണ്ടായി. അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു MA ബേബി. ഏത് വലിയവനായാലും ഞാൻ കയ്യാമം വെച്ച് തെരുവിലൂടെ നടത്തിക്കുന്നൊക്കെ ഇസ്ലാമിസ്റ്റുകളെ അല്ലെങ്കിൽ തീവ്രവാദികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഒരു ഔദ്യോഗിക കൃത്യനിർവഹണമാണ് ഞാൻ നടത്തുക, അല്ലാതെ ഇവിടെ ഇതുപോലെ നടന്ന് പിന്നെ ഒരു മതവിമർശനം നടത്തുകയല്ല. എൻ്റെ ചോദ്യപേപ്പറിൽ ഞാനൊരു ചോദ്യം ഇട്ടതാണ്, അതിനെനിക്ക് പ്രതിഫലം കിട്ടുന്നതാണ്, സർക്കാർ ശമ്പളം തരുന്നതാണ്.
ഔദ്യോഗികമായിട്ട് ഞാൻ ചെയ്ത കാര്യം അതിൽ തെറ്റുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിയിലുള്ളൊരു പ്രൊഫസറെ കൊണ്ട് അല്ലെങ്കിൽ എന്നെക്കാളും പാണ്ഡിത്യമുള്ള ഒരാളെ കൊണ്ട് അത് പരിശോധിപ്പിച്ചിട്ട് അതിന് റിപ്പോർട്ട് വാങ്ങിച്ചിട്ട് അതിലിങ്ങനെ മതനിന്ദ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തീർച്ചപ്പെടുത്തിയിട്ട് വേണ്ട എൻ്റെ പേരിൽ കേസെടുക്കാൻ. പക്ഷേ ഇങ്ങനെ ഈ മതങ്ങളെയൊക്കെ ആശ്രയിച്ച് മതവികാരമുള്ളവരെ ആശ്രയിച്ച് വികാരജീവികളായിട്ടുള്ള മത പ്രവർത്തകരെ ആശ്രയിച്ചുള്ള ഭരണകൂടമായതുകൊണ്ട് അവരതൊന്നും കേൾക്കാതെ നമ്മുടെ പേരിൽ കേസെടുത്തു, നമ്മളെ അറസ്റ്റ് ചെയ്തു, വേട്ടയാടി, ലോക്കപ്പിലിട്ടു. കോടതി അത് എന്നെ വെറുതെ വിടുകയല്ലേ ചെയ്തത്. പോലീസ് ഈ കേസ് കോടതിയിൽ കൊടുത്തപ്പോൾ കോടതി പറഞ്ഞു കുറ്റകൃത്യം നടന്നിട്ടില്ല, കുറ്റകരമായ ഒരു കൃത്യം എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല, ഞാനൊരു ചോദ്യം വിട്ടത് മാത്രമേ ഉള്ളൂ. അത് മുഹമ്മദ് എന്നുള്ള പേര് ചേർത്തത് പ്രവാചകനാണെന്ന് ചിലർ തെറ്റിദ്ധരിച്ചതുകൊണ്ടുണ്ടായ വിവാദമാണ്. ആരാണ് തെറ്റായിട്ട് ധരിച്ചത്? അവിടെയാണ് പ്രശ്നം പറ്റുന്നത്. അതും മാലോകരാണ്, തീവ്രവാദികളാണ്, അല്ലെങ്കിൽ മതക്കാരാണ് തെറ്റായിട്ട് ധരിച്ചത്. തെറ്റവരുടെ പക്ഷത്താണ്. അവർ തെറ്റായി ധരിച്ചതുകൊണ്ട് ശിക്ഷകളെല്ലാം 3 കൂട്ടത്തിൽ നിന്ന് ഏറ്റുവാങ്ങിയത് ഞാൻ. പക്ഷേ അത് 2010 കഥയാണ്. ഇപ്പോൾ 15 വർഷം കഴിഞ്ഞു. ഇപ്പോൾ അങ്ങനെ ഒരു സർക്കാരിന് ചെയ്യാനുള്ളൊരു ധൈര്യം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നില്ല. അതുകൊണ്ടൊക്കെയാണ് ആരിഫ് ഹുസൈനൊക്കെ നമ്മോടൊപ്പം ഇപ്പോൾ ഇങ്ങനെ ഇവിടെ ഇരിക്കാൻ. താങ്ക് യു. നമുക്ക് 2 സെഷനും കൂടെ അവശേഷിക്കുന്നുണ്ട്. ഒരു അവസാനത്തെ ചോദ്യം ഇദ്ദേഹത്തിന് ജോസഫ് മാഷോട് തന്നെ ചോദിക്കേണ്ടത് പറഞ്ഞതുകൊണ്ട് ഒരു അവസരം കൊടുക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ജോസഫ് മാഷ് ഇവിടെ ഉണ്ടാവും. എല്ലാവർക്കും നേരിട്ട് ഡയറക്റ്റ് ചോദിക്കാം. ഇല്ല, നമുക്ക് 2 സെഷൻ ഉണ്ട്, ഇനി ചെയ്യാൻ സാധിക്കില്ല സമയം. ഒരു ഇതും കൂടെ. നമസ്കാരം. എനിക്ക് ചോദിക്കാനുള്ളത് ജോസഫ് സാറിനോടാണ്. സാറിന് അറിയാലോ, സാറിൻ്റെ അതിക്രൂരമായിട്ടൊരു ജീവിതാനുഭവം സാറിനുണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം. അന്ന് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ സമൂഹം ആരും സാറ് പറയുന്നത് കേൾക്കാൻ തയ്യാറായില്ല എന്നതൊക്കെ ശരി തന്നെ. എങ്കിലും അന്ന് സാറിൻ്റെ അനുഭവങ്ങളും സാറിൻ്റെ ആ പ്രയാസങ്ങളും എന്തുകൊണ്ട് സാറിൻ്റെ സഭ, ക്രിസ്ത്യൻ സഭകൾ അന്ന് സാറിനെ കേട്ടില്ല? അതിനെന്തായിരിക്കും കാരണം? പിന്നെ രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് ആ കേസിലെ പ്രതികൾ ജയിലിന് പുറത്തിറങ്ങിയിട്ട് നെഞ്ചും പിരിച്ച് നമ്മുടെ സമൂഹത്തിന് മുന്നിലൂടെ നടക്കുന്നു എന്ന യാഥാർത്ഥ്യം കാണുമ്പോൾ സാറിന് എന്തു തോന്നുന്നു? ഇപ്പോൾ അത് നല്ലൊരു മെസ്സേജായിട്ട് സമൂഹത്തിന്, നല്ലൊരു മെസ്സേജ് സമൂഹത്തിന് നൽകുന്നുണ്ടോ എന്ന് തോന്നുന്നുണ്ടോ സാറിനിപ്പോൾ? അങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ എൻ്റെ വ്യാഖ്യാനം, ഈ ചോദ്യപേപ്പറിൻ്റെ അടിസ്ഥാനമൊക്കെ എന്താണെന്ന് ഞാൻ വിശദമായിട്ട് മാനേജ്മെൻറ്റിനെ, സഭാധികാരികളെ ബോധ്യപ്പെടുത്തുകയാണ്. പക്ഷേ അത് എന്തുകൊണ്ട് അവർ കേട്ടില്ല എന്നുള്ളത് എന്നോട് ചോദിക്കേണ്ട ചോദ്യമല്ല, അത് അവരോട് ചോദിക്കേണ്ടതാണ്. അവർക്കതിന് കാരണങ്ങളുണ്ടാവും. അതെന്താണെന്ന് ഞാൻ പറഞ്ഞാൽ അതെൻ്റെ ഊഹം മാത്രമാവും. അതുകൊണ്ട് ഞാനതിനെ ഉത്തരം പറയുന്നില്ല. പിന്നീട് ചോദിച്ച എന്നെ ആക്രമിച്ച കേസുകളിലെ പ്രതികളാക്കപ്പെട്ടവർ എന്നെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ച മനുഷ്യരാണ്. അവർ വെറും ആയുധങ്ങളാണ്. അതായത് വെട്ടിയ വാക്കത്തിയുടെ പേരിൽ കേസെടുത്ത് വാക്കത്തിയെ പിടിച്ചുകൊണ്ട് ജയിലിടാൻ പറ്റുകയില്ലല്ലോ. അതുപോലെയുള്ള ഉപകരണങ്ങൾ മാത്രമാണ് എന്നെ വെട്ടിയ ഈ ശിക്ഷിക്കപ്പെട്ട പ്രതികൾ. അവരല്ല ശരിയായിട്ടുള്ള പ്രതികൾ. ശരിയായിട്ടുള്ള പ്രതികൾ ഈ തീരുമാനമെടുത്തവരാണ്. എൻ്റെ കൈയും കാലും വെട്ടാൻ വേണ്ടിയിട്ട് ഇവരെ അയച്ചവരാണ്. ഒന്നാലോചിച്ച് നോക്കിയാൽ അവരുമല്ല യഥാർത്ഥ പ്രതികൾ. അവരെ അയക്കാൻ വേണ്ടിയിട്ട് പ്രചോദനമായിട്ട് വർദ്ധിച്ച ആ പുസ്തകമാണ്, ആ പുസ്തകമാണ്. അതാണ് നിരോധിക്കേണ്ടത്. അതിനെയാണ് ശരിക്കും ജയിലിലടക്കേണ്ടത്. അല്ലെങ്കിൽ ശരിക്കും ഇവിടെ നിന്നെല്ലാം മാറ്റി നിർത്തേണ്ടത്. താങ്ക് യു മാഷെ. ആരിഫ് ഹുസൈനും ജാഫറും പ്രസാദും ഏതാനും വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഒന്ന് കൺക്ലൂഡ് ചെയ്താൽ നന്നായിരുന്നു. സ്വതന്ത്ര ചിന്തകർ ഇങ്ങനെയുള്ള ഓപ്പൺ ഡിബേറ്റുകളിൽ പങ്കെടുക്കുക എന്നുള്ളത് തന്നെ ഒരു വലിയ കാര്യമാണ്. സാധാരണ വിശ്വാസികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകൂടെ കളറായിരുന്നു. ഇപ്പോൾ അതില്ലാത്തതുകൊണ്ട് നിങ്ങൾ ഇതൊന്ന് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ കൺക്ലൂഡ് ചെയ്ത് തരണമെന്ന് അപേക്ഷിക്കുന്നു. താങ്ക് യു. 2 വാക്ക് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അവസാനിപ്പിക്കാം. വീണ്ടും ഞാൻ ജോസഫ് മാഷ അടുത്തേക്ക് തന്നെയാണ് പോകുന്നത്. മാഷ ഒരിക്കൽ പറയുകയുണ്ടായി, അവരെൻ്റെ കൈകൾ വെട്ടിക്കളഞ്ഞത് ഞാൻ ഇനി എഴുതാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അതിനുശേഷമാണ് ഞാൻ ഏറ്റവും കൂടുതൽ എഴുതി തുടങ്ങിയത്.
ആരും മോഹിക്കുന്ന ഒരു കേരള സാഹിത്യ അക്കാദമി അവാർഡ് ആ എഴുത്തിന് അറ്റുപോയ കൈകൾ കൊണ്ട് വാങ്ങാനുള്ള യോഗം എനിക്കുണ്ടായി. ഞാൻ സഞ്ചരിക്കാനും വേണ്ടിയിട്ടാണ് അവരുടെ കാലുകൾ വെട്ടിക്കളഞ്ഞത്. അതിനുശേഷമാണ് ഞാൻ ലോകത്തുടനീളം സഞ്ചരിച്ചു തുടങ്ങിയത് എന്ന്. അതായത് ഞങ്ങളുടെ എത്ര ചിറകരിഞ്ഞാലും ഒരുപക്ഷെ ജോസഫ് മാഷെ പോലെയോ അതിനപ്പുറമോ ഞങ്ങളെ ഇല്ലായ്മ ചെയ്താലും ഞങ്ങൾ ഈ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇതാണ് ഞങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ സാമൂഹ്യ സേവനം എന്ന് മനസ്സിലാക്കിയതുകൊണ്ട്. മതത്തിൻ്റെ അന്ധവിശ്വാസത്തിലും അനാചാരത്തിലും പെട്ടുയർന്ന സമയവും പണവും നിരന്തരം അതിനുവേണ്ടി ചിലവഴിക്കുന്ന ആരെങ്കിലും രണ്ടാൾക്കാർക്ക് ബോധമുണ്ടാവുകയും അത് മാനവികതയ്ക്ക് വേണ്ടി ചിലവാക്കുകയും ചെയ്യുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ നന്മ എന്ന് മനസ്സിലാക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ ഈ ഉദ്യമം ഒരു ഉടുക്കുപൊട്ടി പേടിപ്പിക്കലിനും നിർത്തുകയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. ജോസഫ് മാഷ് PT കുഞ്ഞുമുഹമ്മദിൻ്റെ പേരായിട്ടാണ് മുഹമ്മദിൻ്റെ പേര് ആ ചോദ്യപേപ്പറിൽ ഇട്ടത്. അന്ന് മുഹമ്മദിനെ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷെ മുഹമ്മദ് അന്ന് കയറിയതാണ്, ഇന്നും ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. പിന്നെ ഇവിടെ മതവിമർശനത്തിൻ്റെ അതിരുകളെക്കുറിച്ചാണല്ലോ നമ്മൾ സംസാരിച്ചത്. അപ്പോൾ ഈ മതം ടോട്ടലി ഒരു റിഗ്രസീവ് ആയിട്ടുള്ള ആശയമാണ്. അതൊരു ഗ്രേഡഡാണ്. അതിൻ്റെ റിഗ്രസീവും അതിൻ്റെ പ്രശ്നങ്ങളും, എല്ലാ മതങ്ങളും പ്രശ്നങ്ങളാണ്. അതിൽ ഗ്രേഡ് ഉണ്ട്. എല്ലാ മതങ്ങളും ഒരേപോലെ അല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് നമ്മൾ മതങ്ങളെ ഒരേപോലെ വിമർശിക്കണം എന്നുള്ളൊരു അഭിപ്രായം നമുക്കില്ല. പക്ഷേ എല്ലാ മതങ്ങളും വിമർശിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ ആ വിമർശിക്കുമ്പോൾ അതിൻ്റെ ഏത് മതത്തിനാണോ ഡോസ് കൂടുതൽ, അപ്പോൾ ആ വിമർശനത്തിൻ്റെ ഡോസും അതുപോലെ കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ മതവിമർശനത്തിന് അതിരുകൾ നിശ്ചയിക്കേണ്ടതില്ല എന്ന ഒരു അഭിപ്രായം പങ്കുവെച്ചുകൊണ്ട് കൺക്ലൂഡ് ചെയ്യാണ്. താങ്ക് യു. നമ്മളിവിടെ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മതം വിമർശനം നടത്തുമ്പോൾ ഇതിന് അതിര് വേണമെന്നുള്ള ആവശ്യം ഇന്നിപ്പോൾ സത്യത്തിൽ വിശ്വാസികളെക്കാൾ കൂടുതൽ മുന്നോട്ട് വെക്കുന്നത് ഇവിടെ സൂചിപ്പിച്ച പോലെ ഇവിടുത്തെ രാഷ്ട്രീയവും ഒക്കെയാണെന്ന് പറഞ്ഞു. ഞാൻ അതിൽ പറയാം, ഇപ്പം എന്നെ ഏറ്റവും കൂടുതൽ വേട്ടയാടുന്ന ആരാണ്? മതവിശ്വാസികളൊന്നുമല്ല. മതവിശ്വാസികളോടൊക്കെ നമുക്കിപ്പോൾ സ്നേഹമാണ്. കാരണം അവർ കുറേയും കൂടി ഒരു യാഥാർത്ഥ്യ ബോധത്തിലേക്ക് വരികയും ഇത് വിമർശിക്കുന്നതിൽ തെറ്റില്ല എന്ന് വരുന്നതും, ചില ആളുകൾ ഇത് ഇങ്ങനെയല്ല വിമർശിക്കേണ്ടത്, ഇങ്ങനെയാണ് വിമർശിക്കേണ്ടത് എന്ന് വരെ പറയുന്ന നിലയിലേക്ക് ഇപ്പോൾ കണ്ടു കാണും. ചില ഉസ്താദുമാരൊക്കെ വന്ന് ഇപ്പോൾ വൈശാഖൻ തമ്മി പറഞ്ഞത് അത് ശരിയല്ല, അത് ഇങ്ങനെയല്ല അത് പറയേണ്ടത്, അത് സൂര്യനല്ല വ്യാഴമാണ് എന്നൊക്കെ പറഞ്ഞ് തിരുത്തുന്നത് കണ്ടിട്ട്. അപ്പോൾ അവർ പോലും പ്രതീക്ഷിക്കുന്നത് എന്താ? നിങ്ങൾ വിമർശിച്ചോളൂ, പറയുമ്പോൾ അതിനകത്ത് തെറ്റ് വരാതെ നോക്കണമെന്ന് വരെ അത്ര കരുതലാണ് ഇന്ന് വിശ്വാസികൾക്കുള്ളത്. ഇപ്പോൾ ഞാനൊക്കെ ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളെയൊക്കെ വിമർശിക്കുന്നതൊക്കെ അങ്ങനെയാണ്, അത് തെറ്റിപ്പോയിട്ടുണ്ട്, അതങ്ങനെയല്ല. പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ ഇന്ന് പ്രശ്നം യുക്തിവാദികൾക്കാണ്, അല്ലെങ്കിൽ സ്വതന്ത്ര ഇന്ത്യക്കാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ എക്സ് മുസ്ലിങ്ങളായിട്ടുള്ള എൻ്റെ എക്സ് മുസ്ലിങ്ങൾക്കാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇങ്ങനെ പറയരുത്, അങ്ങനെ പറയരുത്, ഇങ്ങനെ പറയണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു സംഗതി നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് ഇത് ചെയ്യേണ്ടതിൻ്റെ ആ ഒരു കാരണത്തെ നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് വെറുതെയാണെന്നുള്ളതാണ് ഇതിൽ പറയാനുള്ളത്. അവിടെയാണ് നമ്മൾ ഈ സ്വതന്ത്ര ഇന്ത്യക്കാർ എന്നുള്ള നിലയ്ക്ക് പലപ്പോഴും ഫെയിലായി പോകുന്നത്. അത് ഇനിയെങ്കിലും ഈ വിർച്വൽ സിഗ്നലിങ്ങും ഇത് ഞാൻ ചെയ്യുന്ന രീതിയാണ് മികച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിൽ ഈ എടങ്കോലിടുന്ന പരിപാടി സത്യത്തിൽ നിർത്തിയിട്ട് ഏറ്റവും മിനിമം വിശ്വാസികൾ എങ്ങനെയാണ് നമ്മളെ തിരുത്തുന്നത് എന്നെങ്കിലും കണ്ടിട്ട് അതെങ്കിലും ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഇപ്പോൾ ചില ആളുകൾ സംവാദത്തിന് വിളിക്കുമ്പോൾ നമ്മൾ ഏറ്റെടുക്കും. അപ്പോൾ അവർ പറയും നിങ്ങളുമായിട്ട് നമ്മൾ ഓൺലൈനിൽ മാത്രമേ സംവാദമുള്ളൂ. ചില ആളുകൾ ഓൺലൈനിൽ സംവാദത്തിന് തയ്യാറാണെന്ന് പറയും. അപ്പോൾ അവർ പറയും നിങ്ങളുമായിട്ട് പൊതുവേദിയിൽ മാത്രമേ സംവാദത്തിന് തയ്യാറുള്ളൂ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കളിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. നമ്മൾ പറയുന്നത് എന്താണ്? ഇതുപോലുള്ള വിഷയങ്ങൾ തുറന്ന വേദികളിൽ സംവാദങ്ങൾക്ക് മുന്നോട്ട് വരിക. ഇത് അടച്ചിട്ട വേദികളിൽ അല്ല ഇത് നടക്കേണ്ടത്. അബ്ദുള്ള ബാസലിനെ പോലെയൊക്കെയുള്ള ആളുകളോടാണ് നമ്മൾ പറയുന്നത്. നിരന്തരം ഇപ്പോൾ ലിറ്റ്മസിൻ്റെ വേദിയിലേക്ക് വരെ നമ്മൾ വിളിച്ചതാണ് സംവാദത്തിന്. അന്ന് പറഞ്ഞത് എന്താണ്? ഞങ്ങളുടെ ചെലവിൽ നിങ്ങൾക്ക് ഒരു റീച്ച് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് യുക്തിവാദികളുടെ വേദിയിലേക്ക് ഞങ്ങൾ വരില്ല എന്ന് പറയുന്ന നിലയിലേക്ക് അവർ വരികയാണ്. പറയുമ്പോൾ 10,000 പേര് വരുന്ന വലിയ സമ്മേളനങ്ങളാണ് ലിറ്റ്മസ് എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കുക. പിന്നെ നമ്മളിപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താണെന്ന് നിങ്ങൾ കാണുന്നു. അപ്പോൾ അവർ പറയുന്നത് യുക്തിവാദികളുടെ വേദിയിലേക്ക് വരില്ല എന്നാണ് പറയുന്നത്.
അപ്പോൾ സത്യത്തിൽ ഇപ്പോൾ ഹൈത്തമി വന്നു, അതല്ലെങ്കിൽ വേളം വരുന്നു, അങ്ങനെ പല ആളുകൾ വന്നിട്ട് ഇതുമായി കണക്ട് ചെയ്തുകൊണ്ടുള്ള ഡിബേറ്റ്സിൽ ഏർപ്പെട്ട് മുന്നോട്ട് പോകുന്നത് കണ്ടിട്ട് പോലും എങ്ങനെ സംവാദം നടത്തിയാലും ഇസ്ലാമിക ഭാഗമാണ് ജയിക്കുക, രാഹുൽ ഈശ്വർ പോലെ ഉള്ള ആളുകൾ പോലും വന്നിട്ട് ഇതുപോലെ കൊണ്ടുവന്ന ഒരു സമയം ഉണ്ടായിട്ട് പോലും ഇതുപോലുള്ള ആളുകൾക്ക് ധൈര്യം വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ അതിരുകളെക്കുറിച്ചുള്ള സംസാരം, അതല്ലെങ്കിൽ ഈ വേദി ഓൺലൈൻ വേണോ, സ്റ്റുഡിയോ വേണോ, പൊതുവേദി വേണോ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെയിട്ട് കളിക്കുന്നതൊക്കെ സത്യത്തിൽ ഇതൊരു ഒഴുകഴിവ് മാത്രമാണ്. ഇവർ ഒളിച്ചോടാൻ വേണ്ടിയിട്ട് തപ്പുന്ന ഒരു കാരണം, പുതിയ കാരണം, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന സംഗതികളിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ട്, ഈമാനിന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ, ബാക്കിയുള്ള ഉറപ്പൊന്നും നമ്മൾ പറയുന്നില്ല, ഈമാനിന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വെല്ലുവിളികൾ പൊതുവേദിയിലേക്കുള്ള എടുത്തിട്ട് പൊതുവേദിയിൽ സംവാദങ്ങൾക്ക് നിങ്ങൾ തയ്യാറാവുക. ഈ വിശ്വാസികളെ പറ്റിച്ച് നടക്കുന്ന പണി നിങ്ങൾ നിർത്തുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ഈ അതിരുകൾ നിശ്ചയിക്കുന്ന പണിയൊക്കെ നിർത്തുക എന്നുള്ളതാണ് നമ്മൾ പറയാനുള്ളത്. കാരണം ഇതൊക്കെ സ്വീകരിക്കുന്ന അവസ്ഥയിലേക്ക് വിശ്വാസികൾ വളർന്നു കഴിഞ്ഞു എന്നുള്ളത് ഇനിയെങ്കിലും മത നേതാക്കൾ മനസ്സിലാക്കണം. അത് നിങ്ങൾ ഇപ്പോൾ തന്നെ വൈകിട്ടുണ്ടെന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ഏതായാലും ഈ ഇങ്ങനെ ഒരു ചർച്ചയിലേക്ക് ക്ഷണിച്ചതിന് എസൻസിന് വളരെ വലിയ നന്ദിയുണ്ട്. കേട്ടിരുന്ന ആളുകൾക്ക്, ചോദ്യങ്ങൾ ചോദിച്ച ആളുകൾക്ക്, പറ്റാതെ പോയ ആളുകൾക്ക്. അപ്പോൾ പറ്റുന്ന ആളുകളിൽ ഇതിൻ്റെയൊക്കെ വീഡിയോ പബ്ലിഷ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ താഴെയൊക്കെ കമൻ്റായിട്ട് ഇടുക നിങ്ങളുടെ ചോദ്യങ്ങൾ. അപ്പോൾ തുടർന്ന് മറ്റുള്ള ഇവൻറ്റ്സിൽ നമുക്കത് അഡ്രസ്സ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഭാഗത്തു നിന്നുള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു. നന്ദി. എല്ലാ പാനലിസ്റ്റുകൾക്കും നന്ദി പറയുന്നു.